എല്ലാവർക്കും നമസ്കാരം. മലയാള സാഹിത്യം കവിത, കഥ, ഉപന്യാസ, നോവൽ എന്ന പേപ്പറിലെ അവസാനത്തെ ക്രാഷ് കോഴ്സ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഉപന്യാസമാണ് പരിശോധിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് 4 ഉപന്യാസങ്ങളാണ് പഠിക്കാനുള്ളത്. കുട്ടിക്കൃഷ്ണ മാരാരുടെ സത്യവും സൗന്ദര്യവും, ജോസഫ് മുണ്ടശ്ശേരിയുടെ കാളിദാസനും കാലത്തിൻ്റെ ദാസൻ, അതുപോലെ തന്നെ KP അപ്പൻ്റെ ആദർശ മാനവികതയുടെ സംഗീതം, VC ശ്രീജൻ്റെ സമാന്ത സാഹിത്യം. ഇതിങ്ങനെ 4 ലേഖനങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ 4 ഉപന്യാസങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലേഖനം എന്ന് പറയുന്നത് കാളിദാസൻ കാലത്തിൻ്റെ ദാസൻ എന്നതാണ്. നമ്മൾ കവിതയെക്കുറിച്ച് പറയുന്ന സമയത്ത് ചില സൂചനകൾ ഈ പറയുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ കാളിദാസൻ കാലത്തിൻ്റെ ദാസൻ എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ലേഖനങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയായിരിക്കാം ഇതിനെ ഈ പാഠഭാഗങ്ങളെ വായിക്കേണ്ടത്. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ സമാന്ത സാഹിത്യമൊക്കെ ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് നമുക്കതിനൊന്ന് എങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാമെന്ന രീതിയിലേക്ക് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കുട്ടിക്കൃഷ്ണ മാരാരുടെ സത്യവും സൗന്ദര്യവുമാണ്. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ചോദ്യം തന്നെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സത്യവും സൗന്ദര്യവും എന്ന ലേഖനം ഏത് പുസ്തകത്തെ അധികരിച്ചാണ് മാരാർ എഴുതിയെന്നൊരു ചോദ്യം മുൻകാലത്ത് ചോദിച്ചിട്ടുണ്ട്. MP പോൾ എന്ന് പറയുന്ന മലയാള നിരൂപകത്രയത്തിലെ പ്രധാനികളിൽ ഒരാളാണ് MP പോൾ. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ നിരീക്ഷണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനോടുള്ള പ്രതികരണം എന്ന നിലയിലാണ് കുട്ടിക്കൃഷ്ണ മാരാർ സത്യവും സൗന്ദര്യവും എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുള്ളത്. അപ്പോൾ MP പോളിൻ്റെ സൗന്ദര്യ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഏറെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ്. അതായത് സൗന്ദര്യം വസ്തുനിഷ്ഠമാണോ അതോ വ്യക്തിനിഷ്ഠമാണോ എന്ന പ്രശ്നത്തിന് ഉത്തരം കാണാൻ ശ്രമിക്കുകയാണ് ആ പുസ്തകത്തിനകത്ത്. അപ്പോൾ ആ പോളിൻ്റെ ആ പുസ്തകമാണ് ഇവിടെ മാരാറുടെ പ്രേരക ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ സൗന്ദര്യാനുഭൂതിയെപ്പറ്റി തൻ്റെതായ നിരീക്ഷണം അവതരിപ്പിക്കുകയാണ് മാരാർ ചെയ്യുന്നുള്ളത്. അപ്പം മലയാള നിരൂപകത്രയത്തിൽ മലയാള നിരൂപണത്തിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ AR കേരളവർമ്മ, CP അച്യുതമേനോൻ, അതിനെ തുടർന്നിട്ട് പിന്നെ സാഹിത്യ പഞ്ചാനൻ ഡോക്ടർ PK നാരായണപിള്ള, അതുപോലെ പിന്നീട് വരുന്ന ഗണത്തിലാണ് ഈ പറയുന്ന ജോസഫ് മുണ്ടശ്ശേരി, കേസരി, MP പോൾ, കുട്ടിക്കൃഷ്ണ മാരാരൊക്കെ കടന്നു വരുന്നത്. അങ്ങനെ ഒരുപാട് നിരൂപകന്മാരുണ്ട്. ആ കൂട്ടത്തിൽ നിരൂപകത്രയം എന്ന് പറയുന്നത് നിരൂപണത്തിൽ ഒരു പ്രത്യേക തലങ്ങൾ ഉണ്ടാക്കുകയും പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച 3 പേരായിരുന്നു നിരൂപകത്രയത്തിൽ പെടുന്നത്. കുട്ടിക്കൃഷ്ണ മാരാരും ജോസഫ് മുണ്ടശ്ശേരി, MP പോൾ എന്നിവർ ഒരേ കാലഘട്ടത്തിൽ എഴുതി പ്രശസ്തരായ പ്രസിദ്ധമായ നിരൂപണങ്ങൾ ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ ഇവരിൽ സാഹിത്യ നിരൂപണത്തെ ഒരു സർഗാത്മക കലയാക്കി മാറ്റാൻ കഴിഞ്ഞ മാരാർക്കാണ്. മാരാറുടെ ഭാരത പര്യടനം പോലുള്ള കൃതികൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ സാഹിത്യം പ്രയോജനക്ഷമമായ ഒരു വ്യാപാരമാണെന്നാണ് മാരാർ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ തൻ്റെ സമകാലികരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ഥിരവും ശാശ്വതവുമായിട്ടുള്ള ജീവിത മൂല്യങ്ങളെയാണ് സാഹിത്യം സംവേദനം ചെയ്യേണ്ടതെന്ന് അദ്ദേഹം കരുതി. അതുപോലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനക്കാരോട് വിയോജിപ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കുഞ്ചൻ നമ്പ്യാരെ വളരെയധികം കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛനെയും സംസ്കാര ദൂഷകന്മാരൊക്കെ എന്ന് വിശേഷിപ്പിച്ചത് ഈ ഇദ്ദേഹമാണ്, മാരാറാണ്. കാരണം കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികത്തിൽ ഭീമ ഹനുമത് സംവാദമുണ്ട്. ഭീമൻ കല്യാണ സൗഗന്ധികം പൂതടി പോകുന്ന സമയത്ത് വൃദ്ധനായിട്ടുള്ള ഹനുമാനെ കാണുകയും അവർ തമ്മിൽ നടക്കുന്ന സംഭാഷണമുണ്ട്. അപ്പോൾ ആ സംഭാഷണത്തിൽ ഈ ഭീമ ഹനുമാൻ സംവാദത്തെ നമ്മുടെ സാംസ്കാരിക ലോപമായിട്ടാണ് ആര് കാണുന്നത്, മാരാർ കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മാരാർ ഹനുമാനെ വെറും അങ്ങാടി കുള്ളനായിട്ടും ഒക്കെ തരം താഴ്ത്തി എന്ന് പറഞ്ഞിട്ട് നമ്പ്യാരെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ചിരവും ശാശ്വതവുമായിട്ടുള്ള ജീവിത മൂല്യങ്ങൾക്ക് നൽകിയ പ്രാധാന്യം കൊണ്ട് തന്നെ നമ്മുടെ പഴയ കൃതികളെ പുതിയ വെളിച്ചത്തിൽ കാണാൻ പറ്റിയ മാരാർക്ക് തൻ്റെ സമകാലിക നിരൂപകന്മാരെ പോലെ ഇടപ്പള്ളിയുടെ കവിതയോ അല്ല ഇടശ്ശേരിയുടെ കവിതയോ വൈലപ്പള്ളിയുടെ കവിതയോ ഒന്നും സാമർത്ഥ്യമായി വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല കാളിദാസൻ്റെ മേഘസന്ദേശത്തെ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തുമ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, പാശ്ചാത്യ മനഃശാസ്ത്രത്തിൻ്റെ ഉൾക്കാഴ്ച ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് വേണ്ടത്ര ഫലപ്രദമാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന പൗരസ്ത്യമായിട്ടുള്ള ധ്വനി, രസം തുടങ്ങിയ പൗരസ്ത്യ സിദ്ധാന്തങ്ങളെ വേണ്ട വിധത്തിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് നല്ല നല്ല കൃതികളുണ്ട്. അതൊന്ന് ഓർത്തു വെക്കേണ്ട ചില പേരുകൾ: ഭാരത പര്യടനം, ഹാസസാഹിത്യം അല്ലെങ്കിൽ ഹാസ്യ സാഹിത്യം എന്നും പറയാം, സാഹിത്യവിദ്യ, മലയാള ശൈലി, 15 ഉപന്യാസം, സാഹിത്യഭൂഷണം, കലാജീവിതം തന്നെ, രാജാങ്കണം. അത് കലാജീവിതം തന്നെ എന്നൊരു വാദമുണ്ട്. അതായത് ഇദ്ദേഹം കുറച്ച് വാദങ്ങളുടെ വക്താവായിരുന്നു. അതായത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനവുമായിട്ട് പലതരം വാദങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ശുദ്ധകലാവാദികൾ കലയ്ക്ക് വേണ്ടി എന്നൊരു വാദം മുന്നോട്ട് വെച്ചു. കല ആർക്ക് വേണ്ടിയാണെന്നൊരു ചോദ്യം വന്ന സമയത്ത് ശുദ്ധകലാവാദികൾ പറഞ്ഞു കലയ്ക്ക് വേണ്ടിയാണ്, കലയുടെ ധർമ്മം യാതൊരു വിധത്തിലുള്ളതല്ല.
അപ്പോൾ ശുദ്ധകലാവാദികൾ പറഞ്ഞൊരു കാര്യം പറഞ്ഞത് കലയുടെ ധർമ്മം കലയോട് മാത്രമാണ്. കലയ്ക്ക് മറ്റൊന്നിനോടും കൂറില്ല. മനുഷ്യനോടോ മറ്റോ ഒന്നിനോടും തന്നെ കല കൂറു പുലർത്തുന്നില്ല. അപ്പോൾ കലയുടെ ധർമ്മം കേവലമായിട്ട് കലയെ പരിപോഷിക്കുകയാണ്. അവിടെ ഈ പറഞ്ഞ നമ്മൾ സാധാരണ കലാകാരന്മാർക്ക് സാമൂഹിക ധർമ്മമുണ്ട്, അത്തരം കാര്യങ്ങളൊന്നും ഈ ശുദ്ധകലാവാദികൾ യോജിക്കുന്നില്ല. അതായത് മറ്റൊരു കൂട്ടർ അതേ സമയത്ത് പറഞ്ഞാൽ കല ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, കല കലയ്ക്ക് വേണ്ടിയല്ല കല ജീവിതത്തിന് വേണ്ടിയാണെന്നൊരു വാദം വന്നു. അപ്പോൾ കല കലയ്ക്ക് വേണ്ടിയാണോ അല്ല കല ജീവിതത്തിന് വേണ്ടിയാണോ അന്ന് രണ്ട് വാദങ്ങൾ ഉയർന്ന സമയത്ത് കല ജീവിതം തന്നെ എന്നൊരു പുതിയ സിദ്ധാന്തവുമായിട്ടാണ് മാരാർ രംഗത്ത് വരുന്നത്. അപ്പോൾ ജീവിതത്തിൽ നിന്ന് അഭിന്നമായതൊന്നും കലയിലും കലയ്ക്ക് അഭിന്നമായതൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് അദ്ദേഹം വാദിച്ചു. ഇതേ പേരിൽ ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കല ജീവിതം തന്നെ എന്ന് വാദിച്ചത് അദ്ദേഹമാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നിഗമനം എന്ന് പറയുന്നത് പക്ഷാപാതിത്വമാണ്. അതായത് ഒരു നിരൂപണ സിദ്ധാന്തമാണ്. അതായത് പക്ഷാപാതിത്വമില്ലാത്ത സാഹിത്യം നിർജീവമാണെന്നാണ് അദ്ദേഹം സിദ്ധാന്തിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് കലാകാരന്മാർ പക്ഷം ചേർന്നുകൊണ്ട് സംസാരിക്കാൻ പാടില്ലെന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞു കലാകാരന് ഒരു പക്ഷമുണ്ട്. അപ്പോൾ പക്ഷാപാതിത്വമില്ലാത്ത സാഹിത്യം നിർജീവമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പറയുന്ന പക്ഷാപാതിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പക്ഷാപാതം എന്ന് പറയുന്നത് വ്യക്തി പക്ഷാപാതമല്ല, മറിച്ച് എന്താണ്, ചില മൂല്യങ്ങളോട് നിലപാടുകളോടുള്ള പക്ഷപാതിത്വമാണ്. അതായത് ഗുണനിഷ്ഠവും പ്രതീതിനിഷ്ഠവുമാവണം സാഹിത്യം എന്നർത്ഥം. ഈ മാരാരുടെ ഈ രണ്ട് സിദ്ധാന്തങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഭാരത പര്യടനം പോലുള്ള കൃതികൾ വളരെയധികം, അതായത് മഹാഭാരത യുദ്ധത്തിന് ശേഷം മഹാഭാരത യുദ്ധം നടന്ന ഈ പറയുന്ന കുരുക്ഷേത്ര ഭൂമിയിലൂടെ നടത്തുന്ന ഒരു യാത്ര എന്ന നിലക്കാണ് ഈ പറയുന്ന കൃതി വരുന്നുള്ളത്. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട വളരെയധികം വായിക്കപ്പെട്ട ഒരു കൃതിയാണ്. അതിനകത്ത് ഈ പറയുന്ന മാരാറ് നിശ്ചിതമായി തന്നെ ആ യുദ്ധത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സത്യവും സൗന്ദര്യവും എന്ന് പറയുന്ന ലേഖനത്തിലേക്ക് കടക്കുന്ന സമയത്ത് സത്യ സൗന്ദര്യങ്ങളുടെ ഐക്യത്തെ പറ്റി മാരാറുടെ നിരീക്ഷണം എന്നൊരു ചോദ്യം മുൻകാലത്തുള്ള ചോദ്യ പേപ്പറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ സത്യ സൗന്ദര്യങ്ങളെ സംബന്ധിച്ച് കീർസറിൻ്റെ ഒരു പാശ്ചാത്യ നിരൂപകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം കൂടി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സൗന്ദര്യം തന്നെ സത്യം, സത്യം തന്നെ സൗന്ദര്യം എന്ന് പറഞ്ഞത് കീർസാണ് കേട്ടോ. കീർസ് എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ നിരൂപകനാണ് പറഞ്ഞത് സൗന്ദര്യം തന്നെ സത്യം, സത്യം തന്നെ സൗന്ദര്യം എന്ന് പറയുന്ന വാദം മുന്നോട്ട് വെച്ചത്. അപ്പോൾ കലാകാരൻ സത്യത്തിൻ്റെ ചേരിയിൽ നിൽക്കണം എന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നത്. അപ്പോൾ കലയിലെ സൗന്ദര്യം വ്യക്തിനിഷ്ഠമാണോ വസ്തുനിഷ്ഠമാണോ എന്ന് അന്വേഷിക്കുന്ന എം പി പോളിൻ്റെ പുസ്തകത്തെ മുൻനിർത്തി തൻ്റേതായിട്ടുള്ള നിഗമനം നൽകുകയാണ് ലേഖകനെന്ന് പറയും. അപ്പോൾ സൗന്ദര്യ നിരീക്ഷണം എന്ന കൃതിയിൽ സത്യവും സൗന്ദര്യവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എം പി പോൾ പറയുന്നുണ്ട്. അതായത് സൗന്ദര്യം എന്നത് ആത്മനിഷ്ഠമാണോ അതോ വസ്തുനിഷ്ഠമാണോ അതോ വിഷയനിഷ്ഠമാണോ എന്ന ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇവയെ പറ്റിയൊരു വിധി കൽപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലൊരു ശക്തിയാണെന്ന നിഗമനത്തിലാണ് അദ്ദേഹം എം പി പോൾ എത്തിച്ചേരുന്നത്. അപ്പം നമ്മുടെ എം പി പോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിരിക്കുക, മലയാളത്തിൽ നോവലിനും ഈ ചെറുകഥക്കൊക്കെ ആധികാരികമായിട്ടുള്ളൊരു നിരൂപണ ഗ്രന്ഥമൊക്കെ തുടക്കത്തിൽ എഴുതിയത് എം പി പോളാണ്. വലിയൊരു നിരൂപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം കൂടുതലും ഈ പറഞ്ഞ പാശ്ചാത്യമായിട്ടുള്ള സാഹിത്യ സിദ്ധാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിരൂപണം രചിച്ച ഒരാളാണ്. അപ്പോൾ ഈ പറയുന്ന സാഹചര്യങ്ങളും സാമൂഹിക കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാവുന്നതനുസരിച്ച് സത്യത്തെയും സൗന്ദര്യത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓർക്കേണ്ട കാര്യം എം പി പോൾ എന്താണ്, നമ്മുടെ സാഹചര്യങ്ങൾ സാമൂഹിക കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാവുന്നതിനനുസരിച്ചിട്ട് സത്യത്തെയും സൗന്ദര്യത്തെയും കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നു എന്നാണ് എം പി പോൾ പറയുന്നത്. അപ്പോൾ എം പി പോളിൻ്റെ ഈ പുസ്തകത്തിൽ നിരൂപണം എഴുതിയ ഒരാൾ മനുഷ്യൻ്റെ സൗന്ദര്യബോധവും സത്യാവബോധവും തമ്മിലിടയുന്ന സന്ദർഭങ്ങളുണ്ടെന്നും അത് മനുഷ്യനിർമ്മിതമായ കലാവസ്തുക്കളിൽ കൂടുതൽ പ്രകടമാവുന്നുള്ള അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനൈക്യത്തിന് കാരണമാവുന്നത് അത് ഈ എം പി പോൾ ഈ പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിൽ ഒരാൾ നിരൂപണം എഴുതുമ്പോഴാണ് പറഞ്ഞത് എന്താണ്, സൗന്ദര്യബോധവും സത്യാവബോധവും തമ്മിൽ ഇടയുന്ന ചില സന്ദർഭങ്ങളുണ്ടെന്നും അത് ഈ മനുഷ്യന്മാർ കലാവസ്തുക്കൾ നിർമ്മിക്കുന്ന സമയത്താണ് കൂടുതൽ പ്രകടമാകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനൈക്യത്തിന് കാരണമായിട്ട് അയാൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറഞ്ഞ വിമർശനം അല്ലെങ്കിൽ നിരൂപണം എഴുതിയാൽ ചൂണ്ടിക്കാണിക്കുന്നത് അതത് കാലത്തെ ദേശത്തെയും കാലത്തെയും സാമൂഹികമായ സമരങ്ങളും തൽഫലമായിട്ട് ചേരിതിരിയലുകളുടെയും ഫലമായിട്ട് കലാവസ്തുവിൻ്റെ ചേരിയും ആസ്വാദകൻ്റെ ചേരിയും ഒന്നല്ലാതെ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാലും മാരാരുടെ അഭിപ്രായത്തിൽ കലാകാരൻ എപ്പോഴും സത്യത്തിൻ്റെ ചേരിയിലായിരിക്കും. കലാകാരൻ എന്ന് പറയുന്നത് എപ്പോഴും സത്യത്തിൻ്റെ ചേരിയിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കലാകാരൻ എപ്പോഴും സത്യത്തിൻ്റെ ചേരിയിലായിരിക്കും എന്നാണ് മാരാർ പറയുന്നത്. അപ്പോൾ അസത്യത്തിൻ്റെ ചേരിയിൽ നിൽക്കുന്ന ആൾ കലാകാരനല്ല. അപ്പോൾ അയാളുടെ കൃതി എന്തല്ല, സുന്ദരവുമല്ല. അപ്പോൾ സത്യസൗന്ദര്യങ്ങൾ ഒന്നാണെന്ന പക്ഷത്തിൻ്റെ കാതലായിട്ടുള്ളൊരു ഭാഗം ഇതാണ്. അപ്പോൾ കലാസ്വാദകൻ ആ സത്യത്തെ കാണാൻ കണ്ണുള്ളവനായിരിക്കണം. അങ്ങനെയെങ്കിൽ സത്യസൗന്ദര്യങ്ങൾ തമ്മിൽ ഇടയുമോ എന്ന ആശങ്ക തന്നെ അസ്ഥാനത്താവുമെന്ന് മാരാർ പറയുന്നുണ്ട്. ഈ കൃതിയുടെ ഈ ലേഖനത്തിൻ്റെ രണ്ടാം ഭാഗത്ത് സത്യവും സൗന്ദര്യവും തമ്മിലുള്ള ബന്ധത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുകയാണ് മാരാർ എന്ന് പറയും.
അപ്പോൾ ചില കൃതികൾ സുന്ദരമാണെന്ന് തോന്നുമെങ്കിലും അത് സത്യമല്ലെന്ന് തോന്നുന്നത് എന്തുകൊണ്ടെന്നാണ് ലേഖകൻ അന്വേഷിക്കുന്നത്. അപ്പോൾ സത്യസൗന്ദര്യങ്ങൾ അഭിന്നമെങ്കിലും അവ ഭിന്നമെന്ന് തോന്നുന്നത് നമ്മുടെ സൗന്ദര്യബോധത്തിന് അല്ലെങ്കിൽ നമ്മുടെ സത്യബോധത്തിന് എന്തോ കേടുപാടുള്ളത് കൊണ്ടായിരിക്കാമെന്നും സത്യസൗന്ദര്യങ്ങൾ ഒന്നായിരിക്കെ അവ വെവ്വേറെയാണെന്ന് തോന്നുന്നത് തന്നെ ആ ബോധത്തിൻ്റെ അപൂർണത കൊണ്ടാണെന്ന് ലേഖകൻ പറയുന്നുണ്ട്. അപ്പോൾ സുന്ദരമായിട്ടുള്ള ഒരു കലാവസ്തുവിനെ തന്നെ പലരും പല വിധത്തിലാണ് സൗന്ദര്യം കാണുന്നത്. അല്ല, ഒരു പൂവിനെ, നമ്മളൊരു സുന്ദരമായൊരു പൂവിനെ ഞാൻ കാണുന്ന പോലെയൊക്കെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു ചിത്രകാരൻ കാണുന്നതും ഒരു ഫോട്ടോഗ്രാഫർ കാണുന്നതും ഒരു കുട്ടി കാണുന്നതും ഒരു വയസ്സായ ഒരാൾ കാണുന്നതും എല്ലാവരും ഒരു പൂവിനെ കാണുന്നത് വ്യത്യസ്ത തരത്തിലാണ്. അതുകൊണ്ടാണ് ഹാ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ എത്ര നാൾ ശോഭിച്ചിരുന്നത് ഒരു രാജ്ഞി കണക്കേന്ന് കുമാരനാശാൻ പാടിയ സമയത്ത് ഉള്ളൂർ പാടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ നീ വെറും ചത്തുപോകുന്ന പൂവല്ലേ, നീ എന്തിനാണ് പുഞ്ചിരിക്കുന്നതെന്നാണ് പൂവിനോട് ചോദിക്കുന്നത്. ഒരേ കാലഘട്ടത്തിൽ രണ്ട് കവികൾ പൂവിന്, ഒരാൾ ചോദിക്കുന്നത് നീ എന്തിനാണ് ഇത്ര അഹങ്കരിക്കുന്നത്, നീ എന്തിനാണ് പുഞ്ചിരിക്കുന്നത്, നിനക്ക് ക്ഷണികമല്ലേ നിന്റെ ജീവിതം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരേ കാലഘട്ടത്തിലുള്ള രണ്ട് വ്യക്തികൾ രണ്ട് തരത്തിലാണ് പൂവിനെ കാണുന്നത്. അപ്പം നമ്മുടെ ഈ പറയുന്ന കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് സൗന്ദര്യത്തിൽ വ്യത്യാസമുണ്ട്, സത്യത്തിലും വ്യത്യാസം കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ കലാജീവിതം സത്യസൗന്ദര്യങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ സത്യസൗന്ദര്യ ബോധങ്ങളിൽ വികലത തീർക്കേണ്ടത് അവ തമ്മിൽ സമരസപ്പെടുത്തിയാണ്, സത്യവും സൗന്ദര്യവും സമരസപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് സൗന്ദര്യമുള്ളത്, അവിടെ സത്യം ഉണ്ടെന്ന് കാണാൻ നമുക്ക് കഴിയണം. അങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എന്തില്ല, അത് സൗന്ദര്യമല്ലെന്ന്, കണ്ടത് സൗന്ദര്യമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്താ, സൗന്ദര്യം എവിടെയുണ്ട് അവിടെ സത്യമുണ്ട്. അപ്പം നമുക്ക് അവിടെ സത്യം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കണ്ടത് സൗന്ദര്യമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എങ്കിലും മാത്രമേ ഈ സൗന്ദര്യങ്ങളുടെ ഐക്യം നമുക്ക് അനുഭവപ്പെടൂ. അപ്പോൾ ഇത് സ്വന്തം മനസ്സിൽ നിശബ്ദമായി സ്വയം നടത്തേണ്ട ആത്മസംസ്കരണമാണെന്നും ഇത് ചെയ്യാതെ ഇന്നാളുടെ മൂർച്ചയേറിയ ശകാരത്തിൽ പോലും ഞാൻ സൗന്ദര്യം കാണുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പക്ഷെ അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായ നിലപാട് സത്യപ്രതിപാദകമല്ല എന്നിങ്ങനെ വിളിച്ചു പറയൽ ഒരു മാനസിക വൈകല്യമാണെന്നാണ് മാരാർ പറയുന്നത്. അപ്പോൾ ഈ സത്യവും സൗന്ദര്യം തമ്മിലുള്ള ഐക്യത്തെ കുറിച്ചിട്ടാണ് മാരാർ ഈ പോയിന്റ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ കലാകാരന് ഈ പറയുന്ന സത്യസൗന്ദര്യങ്ങൾ ഒന്നെങ്കിലും വിഭിന്നമെന്ന് തോന്നുന്നത് അവ ഒന്നെന്ന ബോധത്തിൻ്റെ അപൂർണതയിലാണ്. അപ്പോൾ എഴുത്തുകാരൻ്റെ സത്യബോധം എത്രത്തോളം വിപുലവും അഗാധവും ആകുന്നുവോ അത്രത്തോളം ആ കൃതി എന്താവുന്നു, സുന്ദരമാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സുന്ദരമെന്ന് പലരും സമ്മതിച്ച വസ്തു അസുന്ദരമെന്ന് ഒരാൾക്ക് അനുഭവപ്പെടുന്നെങ്കിൽ സത്യബോധനത്തിനായി അയാൾ ആ വസ്തുത വിളിച്ചു പറഞ്ഞ് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും പറയുന്നത് സുന്ദരമാണ് ആ വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ അത് സൗന്ദര്യമില്ല. അല്ലെങ്കിൽ ഒരു പുസ്തകം എല്ലാവരും പറഞ്ഞാൽ നല്ല പുസ്തകമാണ് അല്ലെങ്കിൽ നല്ല സിനിമയാണെന്ന് പറയുന്നു, പക്ഷെ നമുക്ക് ആ സിനിമ നല്ലതായിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മളത് പറയണം, എങ്കിൽ മാത്രമേ അവിടെ സത്യവും സൗന്ദര്യവും തമ്മിൽ ഐക്യം രൂപപ്പെടും. അപ്പോൾ സത്യസൗന്ദര്യങ്ങളുടെ ഐക്യത്തെ പറ്റി ചിന്തിച്ച മറ്റൊരാൾ പറയുന്നത് മനുഷ്യൻ അപൂർണനാണ്. അത് യഥാർത്ഥത്തിലുള്ള കാര്യമാണ്, അല്ലേ? മനുഷ്യൻ പൂർണ്ണനല്ല. അപ്പോൾ സത്യസൗന്ദര്യം എന്ന് പറയുന്നത് പൂർണ്ണങ്ങളായ ഭാവങ്ങളാണ്. അപ്പോൾ തന്മൂലം എന്താണ്, അപൂർണനായ മനുഷ്യന് ഈ പൂർണ്ണഭാവങ്ങളെക്കുറിച്ചുണ്ടാകുന്ന അഭിപ്രായം പൂർണ്ണമായിരിക്കില്ലെന്നാണ്. അപ്പോൾ ഈ വസ്തുത വളരെയേറെ വാസ്തവമാണെന്നും സത്യസൗന്ദര്യ ബോധങ്ങളുടെ ചേർച്ചയ്ക്കായിട്ട് വളരെയേറെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പണിപെടേണ്ടതുണ്ടെന്നാണ് മാരാർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ സൗന്ദര്യത്തിന് വേണ്ടിയാണെങ്കിൽ കലയ്ക്ക് വേണ്ടിയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗന്ദര്യത്തിൽ നമ്മൾ സത്യം കാണണം. അപ്പോൾ അത് കഴിയുന്നില്ലെങ്കിൽ കണ്ടത് സൗന്ദര്യമല്ലെന്ന് ഉറപ്പിക്കാം. അപ്പോൾ സൗന്ദര്യത്തിൽ സത്യം കാണുക എന്നത് എല്ലാ മനുഷ്യരുടെയും ചുമതലയായിട്ടാണ് മാരാർ കാണുന്നത്. അപ്പോൾ കലാകാരൻ താൻ സത്യമെന്ന് കരുതുന്ന കാര്യം സുന്ദരമെന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ സത്യബോധം എത്രത്തോളം വിപുലവും അഗാധവുമാകുന്നുവോ അത്രത്തോളം കൃതി സുന്ദരമാകുന്നു. അപ്പോൾ ഏറെക്കുറെ സമാനമായിട്ട് സത്യബോധമുള്ളവർക്ക് ആ കൃതി സൗന്ദര്യമുള്ളതായിട്ടില്ലെങ്കിൽ സുന്ദരമായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അതില്ലാത്തവർക്കോ അത് അസുന്ദരവുമാകും. അപ്പോൾ ഒരു കാലത്ത് സുന്ദരമായി തോന്നിയ കൃതി മറ്റൊരിക്കൽ അസുന്ദരമായി തോന്നുന്നതും സത്യബോധത്തിനുണ്ടായ വളർച്ച കൊണ്ടാണ്, അല്ലേ? നിങ്ങൾക്ക് പണ്ട് നമ്മൾ കാണുമ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ നല്ല സുന്ദരമായ പുസ്തകമാണ്, അല്ലെങ്കിൽ അസുന്ദരമായ പുസ്തകമാണ്. നമ്മൾക്ക് മറ്റൊരു കാലത്ത് ആ പുസ്തകം എന്താവുന്നു, അത് സുന്ദരമോ അസുന്ദരമായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അത് നമ്മളുണ്ടായ സത്യബോധത്തിലുണ്ടാവുന്ന വളർച്ച കൊണ്ടാണ്. അപ്പോൾ ഇപ്രകാരം സത്യവും സൗന്ദര്യം എന്നിവ സാഹിത്യകൃതികളിൽ അഭിന്നമാണെന്നാണ് മാരാർ പറയുന്നത്. അപ്പോൾ ഗഹനമായിട്ടുള്ള ഈ ഒരു വിഷയത്തെ അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി അതിൻ്റെ ആഴത്തിൽ അടുക്കും ചിട്ടയോട് കൂടിയിട്ട് മാരാർ പറയുകയാണ്. അപ്പോൾ കലയ്ക്ക് വേണ്ടിയാണോ അതോ സമൂഹത്തിന് വേണ്ടിയാണോ എന്നൊരു വാദം പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ഉയർന്നു വന്നപ്പോൾ ആദ്യാവസ്ഥാനം പ്രസ്ഥാനത്തോട് പുറംതിരിഞ്ഞു നിന്ന മാരാർ കലയെ സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കുന്നുണ്ട് ഈ കലയിൽ. അപ്പോൾ മാരാർ പറയുന്നത് എന്താണ്, കല സൗന്ദര്യത്തിന് വേണ്ടിയാണോ, കല സൗന്ദര്യം കലയ്ക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ
കല സമൂഹത്തിന് വേണ്ടിയാണോ ജീവിതത്തിന് വേണ്ടിയാണോ എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് എന്താണ്, സൗന്ദര്യ ആവിഷ്കാരമായിട്ടുള്ള കല ജീവിത സത്യങ്ങളുടെ പകർപ്പ് കൂടിയാണ്. അപ്പോൾ കലയും ജീവിതവും അഭിന്നമാണെന്നും അങ്ങനെ തൻ്റേതായ സിദ്ധാന്തത്താൽ സാഹിത്യത്തിലെ ശാശ്വതമായ മൂല്യസങ്കല്പത്തിന് അടിവര നൽകുകയാണ് ലേഖനം എന്ന് പറയാൻ പറ്റും. അപ്പോൾ സൗന്ദര്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിന് ഒറ്റയ്ക്ക് പരിഗണിക്കാമായിരുന്നു. എന്നാൽ അതങ്ങനെയല്ല. കലയ്ക്ക് വേണ്ടി മാത്രമാവാത്തതുപോലെ താൻ കണ്ട വസ്തു സുന്ദരമോ അസുന്ദരമോ എന്ന് ഉറപ്പിക്കേണ്ടത് ആ മനുഷ്യൻ്റെ മാത്രം ചുമതലയാണ്. അപ്പോൾ കലാകാരൻ താൻ കണ്ട സത്യത്തെയാണ് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അയാളുടെ സത്യബോധം എത്രത്തോളം വിപുലവും അഗാധവും ആകുന്നുവോ അത്രത്തോളം ആ കൃതി എന്ത് ചെയ്യും, സുന്ദരമായി തീരും എന്ന് പറയുന്നു. അപ്പോൾ എഴുത്തുകാരൻ്റെയും വായനക്കാരൻ്റെയും സത്യബോധം തുല്യ നിലയിൽ എത്തുമ്പോൾ കൃതിയും സുന്ദരമായി അനുഭവപ്പെടും. അപ്പോൾ സത്യബോധത്തിനുണ്ടായ വളർച്ച കൊണ്ട് വേണം സാഹിത്യകാരൻ വായനക്കാരൻ അവയെ വിലയിരുത്തേണ്ടതെന്നാണ് മാരാർ പറയുന്നത്. അപ്പോൾ സത്യവും സൗന്ദര്യവും തമ്മിലുള്ള ഒരു ബന്ധത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മാരാർ തൻ്റെ നിരൂപണങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന MP പോളിൻ്റെ കൃതിയെ മുൻനിർത്തി, അതായത് സൗന്ദര്യ നിരീക്ഷണം എന്ന് പറഞ്ഞ കൃതിയെ മുൻനിർത്തി സത്യത്തെയും സൗന്ദര്യവും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചും അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടും എങ്ങനെയാണ് ഓരോ കാലഘട്ടവും കാലഘട്ടം ഈ പറയുന്ന സത്യത്തെയും സൗന്ദര്യത്തെയും കണ്ടെത്തുന്നതിൽ സ്വാധീനിക്കുന്നതിനെ കുറിച്ചിട്ടും വ്യക്തികൾക്കനുസരിച്ച് അത് എങ്ങനെയാണ് മാറുന്നതിനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് ഈ ലേഖനത്തിൽ ആരെയും മുന്നോട്ട് വെക്കുന്നത്, കുട്ടിക്കൃഷ്ണന്മാരെ മുന്നോട്ട് വെക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ലേഖനത്തിൽ കടക്കുകയാണെങ്കിൽ അത് കാളിദാസൻ കാലത്തിൻ്റെ ദാസൻ എന്ന് പറയുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ഒരു ലേഖനമാണ്. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്നത് MP പോള്, കുട്ടിക്കൃഷ്ണന്മാരൻ എന്നിവരെ ഒരുമിച്ചിട്ട് അതേ കാലഘട്ടത്തിൽ എഴുതിയ ഒരു വ്യക്തിയാണ് ജോസഫ് മുണ്ടശ്ശേരി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മുമ്പ് കാലത്ത് വന്ന ഒരു ചോദ്യം, അതായത് അദ്ദേഹം നമ്മുടെ ആദ്യ കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. MP പോൾ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. കേരള സർക്കാരിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതുപോലെ ഈ പാഠഭാഗത്ത് നിന്ന് 10 മാർക്കിൻ്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്ത്രീപക്ഷ വിമർശനം എന്ന നിലയിൽ കാളിദാസനും കാലത്തിൻ്റെ ദാസനും എന്ന രചനയെ വിലയിരുത്തുക എന്നതാണ്. അപ്പോൾ ഈ പറയുന്ന മുണ്ടശ്ശേരിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് ലേഖനത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹം നല്ലൊരു പ്രാസംഗികനായിരുന്നു, അധ്യാപകനായിരുന്നു, സാഹിത്യ നിരൂപകനൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന സംസ്കാര സമ്പന്നമായ ഒരു സാധാരണ വായനക്കാരന് ഒരു സാഹിത്യകൃതി വായിച്ചാൽ ഉണ്ടാകാവുന്ന ചോദ്യങ്ങളും ശങ്കകളും ഉന്നയിച്ച് അവയെ പണ്ഡിതനായ സഹൃദയൻ എങ്ങനെ നേരിടുന്നുവെന്ന് ചിത്രീകരിക്കുകയാണ് മുണ്ടശ്ശേരിയുടെ രീതിയെന്ന് സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രസംഗകലയിൽ നിന്ന് ആർജിച്ച ആ സവിശേഷ രീതിയോടെ പറയാനുള്ള കാര്യങ്ങൾ യുക്തിഭദ്രമായിട്ട് സമർത്ഥിക്കുകയാണ് മുണ്ടശ്ശേരിയുടെ രീതി എന്ന് പറയുന്നത്. അത് വളരെ വിദഗ്ധമായിട്ട് പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ സമന്വയിപ്പിച്ച് അദ്ദേഹം തന്നെ നിരൂപണങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൃതിയുടെ സാമൂഹിക പ്രയോജനത്തെക്കുറിച്ച് ഏറെ ശ്രദ്ധിച്ചിരുന്ന അദ്ദേഹം ഈ പറയുന്ന മാത്യു അർണോളിൻ്റെ ജീവിത വിമർശനവാദം, റിച്ചാർഡ്സിൻ്റെ സാംസ്കാരിക മൂല്യവാദം, അത് ഓർത്തു വെക്കണം കേട്ടോ. ജീവിത വിമർശനവാദം മാത്യു അർണോൾഡാണ് മുന്നോട്ട് വെച്ചത്, സംസ്കാര മൂല്യവാദം റിച്ചാർഡാണ് മുന്നോട്ട് വെച്ചത്, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് രണ്ട് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട വാദങ്ങളായിരുന്നു. അതുപോലെ മുണ്ടശ്ശേരിയും കുട്ടിക്കൃഷ്ണന്മാരെ പോലെ ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. രൂപഭദ്രത, ഔചിത്യ ദീക്ഷ, നാടകാന്തം, കവിത്വം, മനുഷ്യ കഥാനുകായികത്വം എന്നിവയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ. അപ്പോൾ അതിൽ രൂപഭദ്രതാവാദം എന്ന് പറയുന്നത് ഉത്കൃഷ്ട കൃതികളിലെ ഭാവം പോലെ രൂപവും ഭദ്രമാകണം എന്ന് പറയുന്നത്. അതായത് ഉത്കൃഷ്ട കൃതികളിൽ ഏറ്റവും മികച്ച കൃതികൾ എന്ന് പറയുന്ന ഏറ്റവും നല്ല കൃതികൾ എന്ന് പറയുന്ന കൃതികളിൽ ഭാവം പോലെ തന്നെ അതിൻ്റെ രൂപവും ഭദ്രമാകണം എന്നാണ് രൂപഭദ്രതാവാദത്തിൽ പറയുന്നത്. അപ്പോൾ അംഗോപാംഗങ്ങളുടെ അഥവാ കാവ്യഘടകങ്ങളുടെ ഉൾപ്പൊരുത്തത്തെയാണ് രൂപഭദ്രത എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കാവ്യത്തിൽ പലതരം ഘടകങ്ങളുണ്ടാവും, ഭാഷ ഉണ്ടാവും, അതുപോലെ വൃത്തം ഉണ്ടാവും, അങ്ങനെ പല ഘടകങ്ങളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം പൊരുത്തപ്പെടുന്നതിനാണ് രൂപഭദ്രത എന്ന് പറയുന്നത്. ഔചിത്യം എന്ന് പറയുന്നത് വിവേചന ബോധം തന്നെ അല്ലെ, സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും മനുഷ്യ മര്യാദക്ക് നിരക്കുന്ന വിധം സാഹിത്യ നിർമ്മാണം സാധിക്കുന്നതിനെയാണ് എന്താണ് ഔചിത്യം ദീക്ഷിക്കുക എന്ന് പറയുന്നത്. നാടകാന്തം കവിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു നാടകത്തിൽ രസാവിഷ്കരണ പൂർത്തിക്ക് വേണ്ടി കഥാപാത്രം, സംഭാഷണം, സന്ദർഭം തുടങ്ങിയവ ചടുലവും മൂർത്തവുമായി രംഗത്തെന്ന പോലെ അവതരിപ്പിക്കുക എന്നതാണ് നാടകാന്തം കവിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോകസമ്പർക്കവശാൽ മനസ്സിൽ ആഞ്ഞു പതിക്കുന്ന അനുഭവങ്ങളെ തൻ്റേതായ കാഴ്ചപ്പാടിൽ കാവ്യോചിതമായി അവതരിപ്പിക്കുക. ഹൃദയത്തിൻ്റെ കണ്ണുകൾക്ക് ജീവിതത്തെ സമഞ്ജസമായിട്ട് ആകൃതിപ്പെടുത്തിക്കാട്ടി വേണം കല മാതൃകകളെ വികാര തന്മയീഭാവത്തിൽ വെച്ച് ആഹ്ലാദം കൊള്ളാനെന്നും അങ്ങനെ ജീവിതാനുഭൂതികളെ ആകൃതി
പെടുത്തുന്നിടത്താണ് കലാകാരൻ്റെ രചനാ കൗശലം പ്രവർത്തിക്കേണ്ടതെന്നും മനുഷ്യ കഥാനുകായികത്വ സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന 4 സിദ്ധാന്തങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതെന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 1-2 കൃതികൾ നമുക്ക് നോക്കാം. അതും പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അന്തരീക്ഷം, കാവ്യപീഠിക, മാനദണ്ഡം, പ്രയാണം, ഒറ്റനോട്ടത്തിൽ, മനുഷ്യ കഥാനുകായികൾ, കരിന്തിരി, രൂപഭദ്രത, കാലത്തിൻ്റെ കണ്ണാടി, രാജരാജൻ്റെ മാറ്റുലി, നാടകാന്തം, കവിത്വം, വായനശാലയിൽ, അത് 4 ഭാഗം ഉണ്ടായിരുന്നു. ആശാൻ കവിത ഒരു പഠനം, വള്ളത്തോൾ കവിത ഒരു പഠനം. ഇതാണ് പ്രധാനപ്പെട്ട കൃതികൾ. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ കൃതികളും പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം പരീക്ഷയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളെ മുൻനിർത്തി. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ കാളിദാസൻ എന്ന് പറയുന്ന സംസ്കൃതത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭാരതീയ കവിയുടെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന നാടകത്തെ ആസ്പദമാക്കിയിട്ട് ഏതൊരു എഴുത്തുകാരനും അതത് എഴുതുന്ന കാലഘട്ടം അല്ലെങ്കിൽ എഴുതുന്ന സമൂഹത്തിൻ്റെ സൃഷ്ടി കൂടിയാണെന്ന് സമർത്ഥിക്കുകയാണ് ലേഖനം ചെയ്യുന്നുള്ളത്. അപ്പം മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ്, മഹാഭാരതം ഒരു ചെറിയ സംഭവമാണ് എന്ത് ചെയ്യുന്നത്, കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന നാടകത്തിലേക്ക് എഴുതുന്നത്. അപ്പോൾ ഏതൊരു എഴുത്തുകാരനും അയാൾ ജീവിക്കുന്ന കാലഘട്ടം ഏതൊരു എഴുത്തുകാരനും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന കാളിദാസൻ്റെ ദാസൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന കൃതിയെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു കൃതിയിലും അതത് കാലത്തിൻ്റെ അതത് സമൂഹത്തിൻ്റെ ആചാരവിശ്വാസങ്ങളാണ് പ്രതിഫലിക്കുക. അപ്പോൾ ഏതൊരു സാഹിത്യകൃതിയുടെയും മൂല്യനിർണ്ണയത്തിലും കാലദേശ വർഗ പരിഗണനകൾ സുപ്രധാനമാണെന്ന ടെയിനിൻ്റെ സിദ്ധാന്തം മുണ്ടശ്ശേരി അത് സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഓർത്ത് വെക്കണം കേട്ടോ. ആ ടെയിനിൻ്റെ സിദ്ധാന്തം, ടെയിൻ എന്താണ് പറയുന്നത്, ഏതു സാഹിത്യകൃതിയുടെ മൂല്യനിർണ്ണയത്തിലും കാലദേശ വർഗ പരിഗണനകൾ സുപ്രധാനമാണെന്ന് ടെയിൻ്റെ ഒരു സിദ്ധാന്തമുണ്ട്. അതും അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലേഖനത്തിനകത്ത് ഈ ഒരു കൃതിയെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ കൃതി എഴുതുന്ന കാലം, ദേശം, വർഗം എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ചില ആൾക്കാർ അറിയും കവികൾ എന്ന് പറയുന്നത് വളരെ വലിയ ആളുകളാണെന്നും അവർ നിലം തൊടാത്ത അസാമാന്യരായ ആളുകളെന്നൊക്കെ പറയും. പക്ഷെ കവികൾ അസാമാന്യരാണെന്ന് പറയാമെങ്കിലും അത് മാത്രമെന്ന് പറയാൻ പാടില്ല. കാരണം എന്താണ്, എഴുത്തുകാരൻ സമൂഹ ജീവിയാണ്. അപ്പോൾ താൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കാലഘട്ടത്തിൽ സ്വാധീനിക്കപ്പെടാത്ത ഒരു എഴുത്തുകാരനുണ്ടാവില്ല. അപ്പോൾ അതത് കാലത്തെ സാമൂഹ്യ മര്യാദകൾ എഴുത്തിൽ പ്രത്യക്ഷപ്പെടും അവരുടെ എഴുത്തുകളിൽ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ഒരു ആശയത്തെ മുൻനിർത്തിയാണ് ലേഖൻ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തെ വിലയിരുത്തുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, നവോത്ഥാനകാല നോവലുകൾ എന്ന് പറയും, അല്ലെങ്കിൽ ആധുനിക നോവലുകൾ എന്ന് പറയും, അല്ലെങ്കിൽ ഉത്തരാധുനിക ചെറുകഥകൾ എന്ന് പറയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആദ്യകാല കവിതകൾ എന്ന് പറയും. അപ്പോൾ ഓരോ റിയലിസവും അല്ലെങ്കിൽ കാൽപ്പനികതയും റൊമാൻറ്റിസവും അല്ലെങ്കിൽ ഈ പറഞ്ഞ മോഡേണിസവും ഒക്കെ നമ്മൾ സാഹിത്യത്തിൽ പ്രയോഗിക്കും. എന്തുകൊണ്ടാണ് അത് പ്രയോഗിക്കുന്നത്? ഓരോ കാലഘട്ടവും എഴുത്തുകാരെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പറയുന്നത്. അപ്പോൾ അഭിജ്ഞാന ശാകുന്തളത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഉലയിൽ വെച്ച് ഊതിയെടുത്ത തനി പൊന്നായ പ്രണയമാണ് അതിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ കാട്ടിലെ നായാട്ടിനെ കണ്ടുമുട്ടിയ പുനികന്യകയെ രഹസ്യ വിവാഹം കഴിച്ചിട്ട് ദുഷ്യന്ത രാജാവ് കടന്നു കളയുന്നുണ്ട്. അപ്പോൾ ഗർഭിണിയായ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ആളേക്കാമെന്നും അവളുടെ മകനെ ഭാവിയിൽ യുവരാജാവാക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ പറഞ്ഞ പ്രകാരം രാജാവ് ചെയ്ത് കാണാത്തത് കൊണ്ട് കണ്ണൻ എന്ത് ചെയ്തു? കണ്ണൻ പറഞ്ഞ അവളുടെ അച്ഛനാണ്. കണ്ണൻ എന്ത് ചെയ്തു? ഭർത്താവിൻ്റെ സമീപത്തേക്ക് വേണ്ടപ്പെട്ടവരൊപ്പം അവളെ പറഞ്ഞയക്കുന്നുണ്ട്, ശകുന്തളയെ. എന്നാൽ എത്ര പറഞ്ഞിട്ട് രാജാവ് എന്ത് ചെയ്യുന്നില്ല? ഈ കാര്യമൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതോടുകൂടി ബന്ധുജനങ്ങൾ അവളെ കൈവിട്ടു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് ക്ഷാപമോഷം ലഭിച്ചിട്ട് രാജാവിന് ശകുന്തളയെ ഓർമ്മ വരികയും കാശ്യപാശ്രമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് ശാകുന്തളം കഥയുടെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധർവ വിവാഹത്തിന് അടിസ്ഥാനമായിട്ടുള്ള സാഹസിക അനുരാഗത്തിൻ്റെ പൊള്ളത്തരം ഇരുവരും തമ്മിലുള്ള വേർപാടിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് പരിണിത സ്നേഹമായി മാറിയിരിക്കുകയാണ് ഈ കഥയിൽ. അപ്പോൾ ഗോധി തൊട്ട് ടാഗോർ വരെയുള്ള മഹാന്മാരെല്ലാം പ്രേമത്തിൻ്റെ മഹത്തായ മാതൃക കാണിച്ചു തരികയാണ് ശകുന്തളോപാഖ്യാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് പ്രേമത്തിൻ്റെ മഹത്തായ മാതൃക കാണിച്ചു തരികയാണ് ശകുന്തളോപാഖ്യാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അതായത് അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത്തരം ഒരു ഉദ്ദേശം കാളിദാസൻ ഉണ്ടായിരുന്നോ, അതോ അത്തരം ഉദ്ദേശം ആക്ഷേപാർഹമാണെന്നോ എന്ന് താൻ അർത്ഥമാക്കുന്നില്ല എന്നാണ് മുണ്ടശ്ശേരി പറയുന്നത്. എന്നാൽ കാളിദാസൻ ഉപജീവിക്കുന്നത്, അതായത് എഴുതാൻ വേണ്ടിയിട്ട് മൂലമായിട്ട് ഉപയോഗിക്കുന്നത് മഹാഭാരതമാണ്. മഹാഭാരതത്തിൽ ഈ പറയുന്ന മഹത്താണ് പ്രണയം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രേമം എന്ന് പറയുന്ന ഒരു വസ്തുത അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല ആ കഥ പ്രതിപാദിക്കുന്നത്. മറിച്ച് എന്താണ്, മഹാഭാരതത്തിൽ ഗാന്ധർവ വിവാഹാനന്തരം പെറ്റു വളർത്തിയ കുട്ടി യുവരാജ പദവിക്ക് അർഹനായി തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ കണ്ണോൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ശകുന്തള ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നു? നിഷ്കരുണം ഇരുവരെയും, ആ കുട്ടിയെയും
പിന്നെ അതായത് തൻ്റെ ഭാര്യയെയും ആ കുട്ടിയെയും അവിടെ നിന്ന് ഒഴിവാക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ ഒഴിവാക്കുന്ന സമയത്ത് പെട്ടെന്ന് അശരീരി ഉണ്ടാവുന്നു. അത് നിൻ്റെ കുട്ടിയാണ്, അത് നിൻ്റെ ഭാര്യയാണ്, എന്നപോലെ സംഭവിച്ചതാണെന്ന് പറയുമ്പോൾ ഒരു രാജാവ് ഇരുവരെയും ക്ഷമാപണം പുറത്തോട് സ്വീകരിക്കുകയാണ്. അപ്പം മഹാഭാരതത്തിൽ ഈ ഒരു ആഖ്യാനത്തിന് പ്രണയത്തിൻ്റെ വിശ്വാതിശയകരമായിട്ടുള്ള മാതൃകകളൊന്നും കൊണ്ടുവരുന്നില്ല. അപ്പോൾ അക്കാലത്ത് രാജാക്കന്മാർ കന്യകമാരെ പല വാഗ്ദാനങ്ങളും നൽകി പാട്ടിലാക്കുന്നതും പിന്നീട് യാതൊരു ലജ്ജയും ഇല്ലാതെ അക്കാര്യങ്ങൾ നിഷേധിക്കുന്നതൊക്കെ യാതൊരു മറവും കൂടാതെ സത്യസന്ധമായിട്ട് പ്രതിപാദിക്കുന്നതാണ് മഹാഭാരതത്തിൽ കാണുന്നത്. എന്താണ്, ആ രാജാക്കന്മാരെ പേടിക്കാതെ അത് സത്യസന്ധമായി തുറന്നു പറയുകയാണ്. എന്നാൽ അപ്പോൾ അവിടെ ജനങ്ങളെ പേടിച്ചിട്ടാണ് എന്താണ് മഹാഭാരതത്തിലെ ദുഷ്യന്തൻ എന്തിന് ഒറിജിനൽ മഹാഭാരതം വ്യാസന്റെ മഹാഭാരതത്തിലെ ദുഷ്യന്തൻ ശകുന്തളയെയും മകനെയും അറിയില്ലെന്ന് കൈമലർത്തുന്നത്. അപ്പോൾ അശരീരി കേട്ടതോടെ എന്തായി, ജനസമ്മതിയോട് കൂടിയിട്ട് ക്ഷമാപണം പറഞ്ഞ് അദ്ദേഹം അവരെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ സ്വേച്ഛാ പ്രഭുക്കന്മാരുടെ കടിഞ്ഞാണില്ലാത്ത താന്തോന്നിത്തത്തെയും സത്യധർമാദികൾക്കെതിരെ ഉള്ള പെരുമാറ്റത്തെയും മനഃപൂർവ്വം വെള്ളയടിച്ച് കാണിക്കാൻ യാതൊരു പ്രേരണയും മഹാഭാരത കർത്താവിനുണ്ടായിട്ടില്ല. മാത്രമല്ല അത്തരക്കാലം തൊലി പൊളിച്ച് കാണിക്കാനാണ്, തൊലി പൊളിച്ച് കാണിച്ച് നാണം കെടുത്തുക എന്ന ലക്ഷ്യം കൂടി ആർക്കുണ്ട്, വ്യാസനുണ്ടായിരുന്നു എന്നാണ് പിന്നെ മുണ്ടശ്ശേരി പറയുന്നത്. അതുപോലെ സ്ത്രീപക്ഷ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും അതാണ് നമുക്കൊരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായത്, 10 മാർക്കിൻ്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായത്, സ്ത്രീപക്ഷ വിമർശനം എന്ന നിലയിൽ കാളിദാസനും കാലത്തിൻ്റെ ദാസനും എന്ന രചനയെ വിലയിരുത്തുക എന്നാണ്. അപ്പോൾ സ്ത്രീപക്ഷ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും മഹാഭാരതത്തിലെ ശകുന്തള എന്ന് പറഞ്ഞാൽ ഒന്നാം തരം തൻ്റെ ഇടക്കാരിയായിരുന്നു. അതായത് മഹാഭാരതത്തിലെ ശകുന്തള ദുഷ്യന്തനോട് നേരെ നിന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ചിന്തിക്കണം, ഇന്നത്തെ കാലമല്ല, കാലം ഇന്നത്തേതല്ല, അത് രാജാവിനോടാണ് നേരെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ കാമിനിയുടെ പ്രേമോഷ്മളതയേക്കാൾ ഒരമ്മയുടെ ധാർമ്മിക രോക്ഷമാണ് കാളിദാസന്റെ ആ ശകുന്തളയെ അപേക്ഷിച്ചിട്ട് മഹാഭാരതത്തിലെ ശകുന്തളക്കുള്ളത്. അപ്പം മഹാഭാരതത്തിലെ ശകുന്തള എന്ന് പറയുന്നത് ഒരമ്മയുടെ ധാർമ്മിക രോക്ഷത്തെയാണ് കാണിക്കുന്നത്. അവിടെ ഒരു പ്രണയിനിയുടെ ധാർമ്മികമായ രോക്ഷമല്ല കാണുന്നത്. അപ്പം ഇരുത്തത്തോടെ ദുഷ്യന്തന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന മഹാഭാരതത്തിലെ ശകുന്തള എന്താവുന്നു, റൊമാൻറ്റിക് ലവിന്റെ പതനത്തിൽ നിന്ന് സ്വയം അബലയായി തീരുന്ന ഒരുവളല്ല. മറിച്ച് എന്താണ്, ഇങ്ങനെ മഹാഭാരതത്തിലെ ശകുന്തളയെയും കാളിദാസന്റെ ശകുന്തളയെയും തമ്മിൽ താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം മഹാഭാരതത്തിലെ ശകുന്തള കുറച്ചും കൂടി ശക്തയായ കഥാപാത്രമാണെന്നും അവിടെ മാതൃത്വം എന്ന് പറയുന്ന ഒന്നിനു വേണ്ടിയിട്ട് ശക്തയായി പോരാടുന്ന ഒരാളായിട്ടും കാണിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ. എന്നാൽ കുറച്ചും കൂടി ഇതിനകത്ത്, അതായത് കാളിദാസനിലേക്ക് എത്തുന്ന സമയത്ത് റൊമാൻറ്റിക് ലവിന്റെ പതനത്തിൽ വീണ് സ്വയം അബലയായി തീരുന്ന ഒരുവളായിട്ടാണ് ചിത്രീകരിക്കുന്ന ഒരു വിമർശനം ആരും ഉന്നയിക്കുന്നുണ്ട്. അഭിജ്ഞാന ശാകുന്തളത്തിൽ അങ്ങനെയാണ് നൽകിയെന്നൊരു വിമർശനം മുണ്ടശ്ശേരി ഉന്നയിക്കുന്നുണ്ട്. അതായത് കാൽപ്പനിക ലോകത്തിന്റെ അമാനുഷികമായ ജീവിത മൂല്യങ്ങളെക്കാൾ യഥാർത്ഥ ലോകത്തിൻ്റെ തികച്ചും മാനുഷികമായ ജീവിത മൂല്യങ്ങളാണ് മഹാഭാരത കർത്താവ് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ മഹാഭാരതത്തിൽ ഒരിക്കലും കാൽപ്പനിക ലോകത്തിന്റെ അമാനുഷമായ ജീവിത മൂല്യമല്ല ആവിഷ്കരിക്കുന്നത്, മറിച്ച് യഥാർത്ഥ ലോകത്തിലെ തികച്ചും മാനുഷികമായ ജീവിത മൂല്യങ്ങളെയാണ്. അപ്പോൾ കാൽപ്പനിക ലോകത്തിലെ അമാനുഷമായ ജീവിത മൂല്യങ്ങളെക്കാൾ യഥാർത്ഥ ലോകത്തിലെ തികച്ചും മാനുഷികമായ ജീവിത മൂല്യങ്ങളാണ് മഹാഭാരത കർത്താവ് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ പുരുഷൻ്റെ സ്വേച്ഛാധിപത്യത്തെയും അതിനായകത്തെയും സാധൂകരിക്കാനോ അതേസമയത്ത് സ്ത്രീയുടെ തൻ്റെടത്തെയോ അവകാശബോധങ്ങളെയോ താഴ്ത്തിക്കെട്ടി അവളെ വെറും ഒരു കാഴ്ചപ്പണ്ടമാക്കാൻ വേണ്ടിയിട്ട് ആര് മഹാഭാരത കർത്താവ് തോന്നിയുന്നില്ല. എന്നാൽ ചിലപ്പോൾ അത്തരം നിലപാടിൽ എഴുതാൻ പറ്റാത്തൊരു സാമൂഹ്യ സ്ഥിതി അന്ന് ഉണ്ടാവുമായിരുന്നില്ല എന്ന് ലേഖം പറയുന്നില്ല, അല്ലേ? നമുക്കിപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം സ്ത്രീകളെ കുറിച്ചിട്ട്. എന്നാലൊരു സ്വേച്ഛാധിപത്യം നമുക്ക് ചൈനയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഉത്തര കൊറിയയിൽ പോയിട്ടോ നമുക്ക് അവിടുത്തെ ഭരണാധികാരികളെ വിമർശിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഭരണാധികാരികളെ വിമർശിക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ വ്യാസൻ എഴുതുന്ന സമയത്ത്, മഹാഭാരതം എഴുതുന്ന സമയത്ത് തൻ്റെ അടിയായ സ്ത്രീയെ പിന്നെ മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അവിടെ അവകാശബോധത്തെ താഴ്ത്തിക്കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അവളെ വെറും കാഴ്ചപ്പണ്ടമാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് മുതിരുന്നില്ല. കാരണം എന്താണ്, അവിടെ ഈ അന്നത്തെ സാമൂഹിക പരിസ്ഥിതി എന്ന് പറയുന്നത് അതിന് അനുകൂലമായിരുന്നു, അതായത് അദ്ദേഹത്തിന് എഴുതാൻ അനുകൂലമായിരുന്നു. പിന്നീട് ഈ കാളിദാസൻ്റെ കൃതിയിൽ എത്തുന്ന സമയത്ത് കാളിദാസൻ ഇതേ കഥയെ തനിക്ക് അഭിമതമായി മട്ടിൽ എങ്ങനെ മാറ്റി തീർത്തു എന്നാണ് മുണ്ടശ്ശേരി അന്വേഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശാകുന്തളം കഥയെ ഉത്തമമായിട്ടുള്ള ഒരു വീട്ടുപ്രശ്നം അല്ലെങ്കിൽ ഗാർഹസ്ഥ്യ ദർശനമായി ഉതകുന്ന രീതിയിൽ മാറ്റി തീർക്കുന്നുണ്ട്. അപ്പോൾ വിരഹത്തിൻ്റെ അഗ്നിപരീക്ഷ കൊണ്ട് ശകുന്തള ദുഷ്യന്തന്മാരുടെ കാമവരത വിശേഷപ്പെട്ട സംശുദ്ധിയിലേക്ക് ഉയർന്നു പോകുന്നെന്നാണ് കവിയുടെ ഒരു അവകാശം. പുഷ്പത്തിൽ നിന്ന് ഫലത്തിലേക്ക് എന്ന പോലെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക്, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് കാളിദാസൻ അനുരാഗത്തെ ഉയർത്തി എന്ന് പറയുമ്പോൾ ടാഗോർ ഇത് തന്നെയാണ് വിവക്ഷിക്കുന്നത്. എന്നാൽ ലേഖകൻ്റെ അഭിപ്രായത്തിൽ വിരതിക്ക് അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയ്ക്ക് ശേഷമുള്ള രതിയിൽ വിവേകിത ഉണ്ടാവും. പക്ഷെ ദാമ്പത്യ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവേണ്ട ഒന്നാണ്
എന്താണ് പ്രേമം എന്ന് പറയുന്നത്. അപ്പം മനുഷ്യനെ മനുഷ്യൻ സാമൂഹിക ജീവിയാകാനുള്ള തിടുക്കത്തിൽ തൻ്റെ കാമവികാരത്തിന് മേൽ വെച്ച് കെട്ടിയ ഒന്നാണ് പ്രേമം എന്ന് പറയുന്നത്. അപ്പോൾ കാമുകന്മാരുടെ ഹൃദയ പൊരുത്തത്തിൽ നിന്നുണ്ടാവുന്ന പ്രേമം പരസ്പരം ദേവീദേവന്മാരെ ആയിട്ട് ആരാധിക്കാൻ ഇടയാക്കുന്നുണ്ട്. അപ്പോഴാണ് ഗാർഹസ്ഥ്യ ജീവിതം സാർത്ഥകമാകുന്നത്. അപ്പോൾ ശകുന്തള ദുഷ്യന്തന്മാരുടെ ജീവിതം അത്തരത്തിൽ പരിണമിക്കട്ടെ എന്നാവാം കാളിദാസൻ്റെ പക്ഷം. പക്ഷേ ഈ നേട്ടത്തോടു കൂടി കാളിദാസൻ സമനിലയിൽ നിന്നിരുന്ന സ്ത്രീ പുരുഷന്മാരുടെ സാമൂഹിക ജീവിതത്തിൻ്റെ തട്ടുമേലും കീഴുമാക്കി തീർത്തു എന്നാണ് ലേഖനം ആരോപിക്കുന്നത്. അതായത് മഹാഭാരതത്തിൽ തുല്യസ്ഥാനത്തുണ്ടായിരുന്ന സ്ത്രീക്കും പുരുഷനും ഈ പറയുന്ന കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിലെത്തുമ്പോൾ സ്ത്രീ രണ്ടാം കടയും പുരുഷനും ഉയർന്ന നിലയിലെത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ പരിഗ്രഹിച്ച വിവാഹം കഴിച്ച സ്ത്രീയെ ഉപേക്ഷിക്കുന്നത് പാതകം ഹീനവൃത്തിയാണെന്ന കാര്യത്തിന് കാളിദാസന് ബോധ്യമുണ്ട്. എന്നാൽ അദ്ദേഹം എഴുതുന്ന കാലത്തെ നാടുവാഴികളുടെ പ്രതിനിധിയായിട്ടുള്ള ദുഷ്യന്തനെ കുറ്റപ്പെടുത്താനും പറ്റില്ല. അദ്ദേഹം എഴുതുന്ന കാലത്തല്ല ദുഷ്യന്തൻ ജീവിച്ചിരുന്നത്. എന്നാൽ ദുഷ്യന്തൻ എന്ന ഒരു ക്ഷത്രിയനായ രാജാവായിരുന്നു. അദ്ദേഹം രാജഭരണമുള്ള കാലത്താണ് എഴുതിയത്. അതുകൊണ്ടെന്താണ് അവരെ കുറ്റപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല, ദുഷ്യന്തന് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അദ്ദേഹം? അപ്പോൾ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണം, എഴുതുമ്പോൾ ഈ ഒരു കാര്യം പറയണം. അതിനു വേണ്ടി എന്ത് ചെയ്തു? ദൂർവാസാവിൻ്റെ ശാപം എന്നൊരു സാധനം കൊണ്ടുവന്നു. അപ്പോൾ ശാപം ഏൽക്കുന്ന ആർക്കാണ്? ശകുന്തളക്കാണ് ശാപം ഏൽക്കുന്നത്. അപ്പോൾ അതോടുകൂടി എന്തായി? കുറ്റക്കാരി ശകുന്തള മാത്രമായി. അപ്പോൾ ദുഷ്യന്തൻ എന്തായി? നിഷ്കളങ്കനായി. അപ്പോൾ ഭോജരാജാവിൻ്റെ സദസ്യനായിരുന്ന കാളിദാസന് ക്ഷത്രിയാധിഷ്ഠിതമായിട്ടുള്ള അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ഇതേ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ സ്ത്രീപക്ഷത്തു നിന്ന് വീക്ഷിക്കുമ്പോഴാണ് കാളിദാസനെ നിയന്ത്രിച്ച സാമൂഹിക ശക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദുർവാസാവിൻ്റെ ശാപം യഥാർത്ഥ മഹാഭാരതത്തിൽ ഇല്ല. യഥാർത്ഥ മഹാഭാരതത്തിൽ ഇതേപോലെ ആർക്കാണ് ശാപം കിട്ടുന്നത്? ദുഷ്യന്തനാണ് ശാപം കിട്ടുന്നത്. ആ ദുഷ്യന്തന് ശാപം കിട്ടുമ്പോൾ ദുഷ്യന്തന് മറവിയാണ് ഉണ്ടാകുന്നത്. വിവാഹം കഴിച്ച ശേഷം പെട്ടെന്ന് ശരീരം ഉണ്ടാവുകയും അവളെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് രാജസദസ്സിൽ വന്നിട്ട് ഈ പറയുന്ന വളരെ നിഷ്ഠൂരമായിട്ട് അവളോട് പെരുമാറുന്ന സമയത്ത് അതേ രീതിക്ക് അവൾ മറുപടി നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ എത്തുന്ന സമയത്ത് അഭിജ്ഞാന ശാകുന്തളത്തിൽ എത്തുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ശാപം ഏൽക്കേണ്ടി വരുന്ന ആർക്കാണ്? ശാപം ഏൽക്കേണ്ടി വരുന്നത് ഈ പറയുന്ന ശകുന്തളക്ക് മാത്രമാണ്. ദുർവാസാവിൻ്റെ ശാപം ശകുന്തളക്ക് മാത്രമാണ്. അതുകൊണ്ട് കുറ്റക്കാരി മുഴുവൻ ആരാവുന്നു? ശകുന്തളയാവുന്നു. അത് ഈ പറയുന്ന ഈ പറഞ്ഞ കാളിദാസൻ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ സവിശേഷത മൂലമാണ്. അപ്പോൾ ഈ പറഞ്ഞ ദുർവാസാവിൻ്റെ ശാപം തൊട്ടുള്ള എല്ലാ കെടുതികളും അനുഭവിക്കുന്നത് ശകുന്തളയാണ്. ദുർവാസാവിൻ്റെ ശാപം പോലും ശാപമോക്ഷവും ആരും അറിയുന്നില്ല, ശകുന്തള അറിയുന്നില്ല. ദുർവാസാവ് ശപിച്ചത് ദുഷ്യന്തനെയാണ്. പക്ഷെ ആ ശാപം അനുഭവിക്കുന്നതും ശാപമോക്ഷവും ഇതിൻ്റെ കാര്യം ആരും അറിയുന്നില്ല, ശകുന്തള അറിയുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അവിടെ നിസ്സഹായ അവസ്ഥ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. കൊട്ടാരത്തിൽ വെച്ച് രാജാവിനാലും ബന്ധുക്കളാലും അവൾ നിഷ്കരണം കുറ്റപ്പെടുത്തപ്പെടുന്നുണ്ട്. പിന്നീട് കാശ്യപാശ്രമത്തിൽ വെച്ച് അവിടെ ദുഷ്യന്തനാൽ കൈകൊള്ളപ്പെടുന്നതും വിധി വശമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ പുരുഷന് മുന്നിൽ തുല്യമായ വ്യക്തിത്വം അവകാശപ്പെടാവുന്ന മഹാഭാരതത്തിൻ്റെ ശകുന്തള കാളിദാസൻ്റെ കയ്യിൽ കണ്വാശ്രമത്തിലെ മാൻപടയേക്കാൾ നിസ്സഹായയും അബലയുമായി തിന്നുന്നാണ് മുണ്ടശ്ശേരി വിമർശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിലെ ശകുന്തളക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം അവകാശപ്പെടാനില്ലെന്നും പുരുഷനെ കൊണ്ട് സ്ത്രീയെ തൻ്റെ ഉപഭോഗ വിഷയങ്ങളിൽ ഏറ്റവും നല്ല ഒന്നായി കുറപ്പിച്ച അല്ലെങ്കിൽ വെട്ടി ഉറപ്പിച്ച ആ ഒരു സാമൂഹിക നീതിയുടെ സൃഷ്ടിയാണ് കാളിദാസൻ്റെ ശകുന്തള എന്നാണ് ആര് കുറ്റപ്പെടുത്തുന്നത്? മുണ്ടശ്ശേരി കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ മഹാഭാരതത്തിലെ ദുഷ്യന്തൻ ശകുന്തളയെ നിരാകരിക്കുന്ന അല്ലെങ്കിൽ നിരസിക്കുന്നതെന്ന് പറയുന്നത് ആരെ പേടിച്ചിട്ടാണ്? ജനങ്ങളെ പേടിച്ചിട്ടാണ്. അക്കാര്യം പിന്നീട് ശകുന്തളയെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അശരീരിക്ക് ശേഷം ജനങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് ദുഷ്യന്തൻ ശകുന്തളയെയും പുത്രനായിട്ടുള്ള സർവ്വധമനെയും സ്വീകരിക്കുന്നത്. അപ്പോൾ കാളിദാസൻ്റെ ദുഷ്യന്തന് ജനങ്ങളെ സമ്മതിപ്പിക്കേണ്ട ആവശ്യമില്ല, പ്രശ്നം വരുന്നില്ല. എന്നാലും മഹാഭാരതത്തിലെ ദുഷ്യന്തന് നാട്ടുകാരുടെ ഉത്തരവാദിത്വമുണ്ട്. കാളിദാസൻ്റെ ദുഷ്യന്തന് ജനങ്ങളോട് നീതി കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ സ്വേച്ഛാധിപത്യ രാജാവാണ്. എന്നാൽ ഈ മഹാഭാരതത്തിലെ ദുഷ്യന്തനോ നാട്ടുകാരുടെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുമ്പോൾ കാളിദാസൻ്റെ ദുഷ്യന്തൻ തന്നോട് തന്നെയാണ് ഉത്തരവാദിത്തപ്പെടുന്നത്. അത് നമുക്ക് മഹാഭാരതത്തിൽ മാത്രമല്ല രാമായണത്തിൽ കാണാൻ പറ്റും. രാമായണത്തിൽ എന്തുകൊണ്ടാണ് ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചെന്ന് ചോദിച്ചാൽ നാട്ടുകാരുടെ ഉത്തരവാദിത്തം കൊണ്ടാണ്. അതല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന ശ്രീരാമൻ തന്നോട് മാത്രമാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവിടെ സ്വാഭാവിക സീതയെ ഉപേക്ഷിക്കേണ്ടി വരുമായിരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ പറയുന്ന കാളിദാസൻ്റെ കവിതയെ കുറ്റപ്പെടുത്തുകയോ അദ്ദേഹത്തിൻ്റെ കവിത്വത്തെ
വിലയിടിച്ച് കാണിക്കുകയില്ല തൻ്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറിച്ച് എന്താണ്, പ്രാചീന കവികളും അവരുടെ കാലത്തിൻ്റെ കളിപ്പാവകളായിരുന്നുവെന്നും സമകാലീന സാമൂഹ്യ മര്യാദകളിൽ നിന്ന് കുതറി മാറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുമാണ് തൻ്റെ വാദം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കാലവും അതത് കാലത്തെ എഴുത്തുകാരെ സ്വാധീനിക്കുകയും ആ കാലത്തെ സാമൂഹിക വ്യവസ്ഥ, ആ കാലത്തെ ഭരണവ്യവസ്ഥ, ആ കാലത്തെ ജനജീവിതം ഇതൊക്കെ തന്നെയും എഴുത്തുകാരെ സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഈ പറയുന്ന മഹാഭാരതം എന്ന കൃതിയെയും ആ മഹാഭാരതത്തിലെ ഈ പറഞ്ഞ ശകുന്തള ഉപാഖ്യാനം എന്ന സന്ദർഭം, ആ സന്ദർഭത്തിന് ഈ പറയുന്ന അഭിജ്ഞാന ശാകുന്തളത്തിലേക്ക് കാളിദാസൻ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്താണ്, കാലം തെറ്റി ചില കൃതികൾ പറക്കും. നമുക്ക് കാലം തെറ്റി പറഞ്ഞ ചില കൃതികളെന്ന് പറയാറുണ്ട്. അപ്പോൾ ചില കൃതികൾ എന്താണ്, ആ കാലത്തിൻ്റെ സ്വഭാവത്തോട് മാറ്റി നിൽക്കുന്ന കൃതികൾ കൂടിയുണ്ട്. ചിലപ്പോൾ ഈ പറയുന്ന ആദ്യ കാലഘട്ടത്തിൽ ഈ പറയുന്ന ദളിത ആഖ്യാനങ്ങളായിട്ട് കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കൃതികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്രകാരം കാളിദാസനും താൻ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ ദാസനായിരുന്നു എന്നും ഇത് കാളിദാസൻ്റെ പരിമിതി എന്ന നിലക്കല്ല, ഏതൊരു എഴുത്തുകാരനും താൻ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ ദാസനാകാതെ തരമില്ല എന്നും മുണ്ടശ്ശേരി യുക്തിയുക്തമായിട്ട് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലേക്ക് വേണം ഈ ഒരു കൃതിയെ നിങ്ങൾ വായിച്ചെടുക്കേണ്ടത്. നമ്മൾ അടുത്തതായിട്ട് KP അപ്പൻ്റെ ആദർശ മാനവികതയുടെ സംഗീതം എന്ന് പറയുന്ന ലേഖനമാണ് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ മലയാളിയുടെ നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രധാനിയാണ് ഗുരുവിൻ്റെ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അരുവിപ്പുറത്തുള്ള കണ്ണാടി പ്രതിഷ്ഠയും അതല്ലെങ്കിൽ ഈ പറഞ്ഞ ശിവപ്രതിഷ്ഠയും അടക്കം ഒരുപാട് പ്രതിഷ്ഠകൾ നടത്തുകയും ഇവിടെ പലതരത്തിലുള്ള ജാതി ഉച്ചാടനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും SNDP എന്ന് പറയുന്ന സമുദായ സംഘടന രൂപീകരിക്കുകയും പലതരത്തിലുള്ള സാമൂഹിക നവോത്ഥാന പരിശ്രമങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്ത ഒരു മഹാനായ വ്യക്തിയായിരുന്നു ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ മാനവികത ദർശനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന സവിശേഷത എന്ന് KP അപ്പൻ ഈ പറയുന്ന ലേഖനത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ KP അപ്പൻ എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു ഉത്തരാധുനിക വിമർശകരിൽ പ്രധാനിയാണ്. 1960കളിൽ ആരംഭിച്ച ആധുനികതാ പ്രസ്ഥാനത്തിന് ദിശാബോധം നൽകുകയും ആ ഒരു ആധുനികതയിൽ നിന്ന് ഉത്തരാധുനികതയിലേക്കുള്ള ഭാവുകത്വ പരിണാമത്തിന് സൈദ്ധാന്തികമായിട്ടുള്ള ഒരു ഭൂമിക ഒരുക്കുകയും ചെയ്ത നിരൂപകനാണ് KP അപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ സാഹിത്യകാരൻ്റെ സാമൂഹിക പ്രതിബദ്ധത, സ്വാതന്ത്ര്യബോധം എന്നിവയെക്കുറിച്ചാണ് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടുള്ളത്. സാർത്തിൻ്റെയും കോളിൻ വിൽസൻ്റെയും പാരമ്പര്യം ഏറ്റുവാങ്ങി വിമർശനം തുടങ്ങിയ അപ്പൻ ശുദ്ധലാവണ്യത്തിൻ്റെയും ആശയവാദത്തിൻ്റെയും വീക്ഷണങ്ങൾക്ക് പുതുജീവൻ നൽകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തലമുറയിലെ ആശയവാദത്തിൻ്റെ കഴിഞ്ഞ തലമുറയിലെ വിമർശനത്തിനുള്ള അതൃപ്തി, പുതിയതായി പലതും പകർത്താനുള്ള വെമ്പൽ, ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങൾ തകർക്കാനുള്ള രോഷം, ഇതൊക്കെയാണ് KP അപ്പൻ എന്ന നിരൂപകനിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഏകാഗിയായ വിമർശകൻ്റെ സാഹിത്യവീതിയിലൂടെ അവസാനിക്കാത്ത അന്വേഷണത്തിൻ്റെ നൂതനമായ കണ്ടെത്തലാണ് നവീന വിമർശനം മലയാളത്തിൽ എന്ന കൃതിക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വിമർശനം എന്ന് പറയുന്നത് അയാൾ വിമർശനത്തെ ആത്മാവിഷ്കാര കലയാക്കുകയും വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെയോ അടിമയായിരിക്കില്ല ആ വിമർശിക്കുന്ന ആൾ എന്നുകൂടി ഈ പറയുന്ന KP അപ്പൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ കൃതികളുടെ വിശദീകരണം, എക്സ്പ്ലനേഷനാണ് വിമർശകൻ്റെ ഒന്നാമത്തെ കർത്തവ്യമെന്നും ന്യൂ ക്രിട്ടിക്കുകളെ പോലെ തന്നെ നവീന വിമർശകനും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആധുനിക മനുഷ്യനെ പിടികൂട്ടിയിരിക്കുന്ന ഏകാന്തത, സ്വാതന്ത്ര്യബോധം, നിസ്സംഗത തുടങ്ങിയ പ്രശ്ന സങ്കീർണതകളെ വ്യാഖ്യാനിക്കുവാനും നവവിമർശകർ ശ്രമിച്ചിട്ടുണ്ട്. അത് വിമർശനത്തിൽ ഓരോ കാലഘട്ടത്തിൽ ചരിത്ര വിമർശകരും നവവിമർശകരും ന്യൂ ക്രിട്ടിക്കുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം KP അപ്പൻ്റെ നിരൂപണത്തിൽ വന്നു ചേർന്നിരിക്കുന്ന കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ തൻ്റെ സൗന്ദര്യാത്മക ദർശനം കൊണ്ട് എഴുത്തുകാരൻ്റെ ആത്മാവിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് KP അപ്പൻ രചിക്കുന്നതെന്ന് മുന്നോട്ട് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന അന്യതാബോധം, മനുഷ്യൻ്റെ ആധുനികതയുടെ പ്രമേയമായിട്ടുള്ള മനുഷ്യാസ്തിത്വത്തിൻ്റെ പ്രശ്നങ്ങൾ, മനുഷ്യാവസ്ഥയെ പറ്റിയുള്ള ഉത്കണ്ഠകൾ, അന്യതാബോധം, ഏകാന്തത, ആത്മശൈഥില്യം, ആത്മവഞ്ചന, ഇതൊക്കെ തീർത്തും ഭിന്നമായ വാക്കുകളിലും ബിംബകൽപ്പനകളിൽ നിറച്ചിട്ട് അസ്തിത്വ ചിന്തയിൽ ഊന്നിക്കൊണ്ടാണ് ഇദ്ദേഹം നിരൂപണം രചിച്ചതെന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് പാശ്ചാത്യമായിട്ടുള്ള പലതരം നിരൂപകന്മാരുടെ സ്വാധീനം കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ KP അപ്പൻ്റെ ചില കൃതികൾ നോക്കിയിട്ട് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് തിരസ്കാരം, ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം, കലഹവും വിശ്വാസവും, ബൈബിള് കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളമായിട്ട് നിരൂപണ കൃതികൾ എഴുതിയ ഒരാൾ കൂടിയാണ് അദ്ദേഹം. ബൈബിള്, വെളിച്ചത്തിൻ്റെ കവചം എന്ന പേരിലൊക്കെ അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട്. പിന്നെ മധുരം നിൻ്റെ ജീവിതം മുതലായ കൃതികൾ, അതിൽ ശോഭിക്കുന്നവരുടെ സുവിശേഷം
തിരസ്കാരം, കലഹവും വിശ്വാസവും, മാറുന്ന മലയാള നോവൽ, ബൈബിൾ, വെളിച്ചത്തിൻ്റെ കവചം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികളെന്ന് പറയുന്നത്. അപ്പോൾ മാനവികതാ ദർശനത്തിലൂന്നിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെയും കർമ്മങ്ങളെയും വിചിന്തനം ചെയ്യുകയാണ് ലേഖകൻ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ച മുമ്പത്തെ ഒരു ചോദ്യം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അയ്യ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായിരുന്ന, പിന്നെ തൈക്കാട് അയ്യയുടെ ശിഷ്യനായിട്ടായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ലഭിച്ചതാണ് ഈ പറഞ്ഞ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറയുന്ന ആശയം. എന്നാൽ സഹോദരൻ അയ്യപ്പൻ പറയുന്നത് എന്താണ്? അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു, അദ്ദേഹം നിരീശ്വര മാനവികനായിരുന്നു. അദ്ദേഹം പറയുന്നത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പനാണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മുൻകാലത്ത്. അപ്പോൾ മാനവികതയിലൂന്നിയ അല്ലെങ്കിൽ മാനവികതാ ദർശനത്തിലൂന്നിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെയും കർമ്മങ്ങളെയും വിചിന്തനം ചെയ്യുകയാണ് ലേഖകൻ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ചരിത്രത്തിനും മനുഷ്യകുലത്തിനും വേണ്ടി ചെയ്ത സംഭാവനകളെ വിലയിരുത്തുകയാണ് ഈ പാഠഭാഗത്തിൽ ലേഖകൻ ചെയ്യുന്നത്. അപ്പോൾ വിഭാഗീയതയും സങ്കൂചിതത്വവും തൊട്ടുകൂടായ്മയും നിറഞ്ഞ തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചെന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പം മാനവിക വിരുദ്ധമായ ആശയങ്ങളിൽ നയിക്കപ്പെടുന്നവരെ അദ്ദേഹം തന്നിലേക്ക് ആകർഷിച്ച് എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരാക്കി. അപ്പോൾ മൂല്യസ്രഷ്ടാവായിട്ടുള്ള ദാർശനികനും ആദർശ മാനവികതയുടെ തത്വചിന്തകനായിരുന്നു ഗുരു. അതുകൊണ്ടാണ് ഒരു മതത്തെക്കുറിച്ചും ഒരു ദൈവത്തെക്കുറിച്ചും അദ്ദേഹം ചരിത്രത്തോട് സംസാരിച്ചത്. മതമല്ല, മനുഷ്യൻ നന്നാവണം എന്നായിരുന്നു ഗുരുവിൻ്റെ വാദം, അല്ലേ? മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഒരാളുടെ സാന്നിധ്യത്താൽ മറ്റുള്ളവർക്ക് ആത്മശക്തിയും ആധ്യാത്മികമായ ഉയർച്ചയും കിട്ടുമെങ്കിൽ അദ്ദേഹം ഗുരുവാണ്. അപ്പോൾ ഭാരതീയ ഭാവനയിൽ ഗുരു എന്ന് പറയുന്നത് വൈദ്യനാണ്, വൈദ്യന് തുല്യമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു വ്യക്തിയുടെ ഭാവരോഗത്തെയല്ല, മറിച്ച് എന്താണ്? അധികം ചരിത്രത്തിൻ്റെ മാനസിക ചികിത്സകനായിരുന്നു. അപ്പോൾ അപമാനിതനായ മനുഷ്യൻ ചരിത്രത്തിൽ നിറഞ്ഞൊരു നൈരാശ്യങ്ങളെ മനുഷ്യൻ്റെ ചരിത്രത്തിൽ നിറഞ്ഞ ഈ നൈരാശ്യങ്ങളെ, ദുഃഖങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കാണ്ടാണ് ഗുരു ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഭൗതിക പരിതസ്ഥിതി മനസ്സിലാക്കിയ തത്വചിന്തകനായിരുന്നു ഗുരു എന്ന് കാണാൻ പറ്റും. അടിമത്തത്തെ ജനിപ്പിക്കുന്നതിലും അതിനെ വർദ്ധിപ്പിക്കുന്നതിലും സംഘടിത മതങ്ങൾക്കുള്ള അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങൾക്കുള്ള അല്ലെങ്കിൽ മതങ്ങൾക്കുള്ള എല്ലാതരം മതങ്ങൾക്കുള്ള പങ്ക് ഗുരു അറിഞ്ഞു. അതുകൊണ്ട് തന്നെ സാധാരണ സന്യാസിമാരെ പോലെ സന്മാർഗത്തെക്കുറിച്ചൊന്നും അദ്ദേഹം പ്രസംഗിച്ചിട്ടില്ല. മതാനുശാസനത്തിൻ്റെ സേവകന്മാരെ പോലെ അദ്ദേഹം ഒരിക്കലും സംസാരിച്ചിട്ടില്ല. മറിച്ച് എന്താണ്? ആദർശിക മാനവികതയിൽ ഊന്നിയുള്ള യാത്രയിൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ്റെ നിരീശ്വര മാനവികതയെ ഗുരു അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് ഗുരു സ്ഥാപിച്ച പ്രതിഷ്ഠകളിൽ ഏകദൈവം എന്നൊരു വിശ്വാസം പരീക്ഷണ വിധേയമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സോക്രട്ടീസിനെ പോലെ ഭൗതികമായ ധൃതികൂട്ടലില്ലാതെ വിഗ്രഹത്തിൽ നിന്നും ഏകദൈവത്തിലേക്കും ക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് വിദ്യാലയങ്ങൾ എന്ന ആശയങ്ങൾ, അത് ക്ഷേത്രങ്ങൾക്ക് പകരം വിദ്യാലയങ്ങൾ വേണം, അല്ലേ? പിന്നെ വിഗ്രഹത്തിൽ നിന്ന് ഏകദൈവത്തിലേക്കുള്ള ഒരു ജനതയെ നയിക്കുക എന്നൊരു ആഗ്രഹത്തെ പിൻപറ്റിയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. അതല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചരിത്രത്തെ മാറ്റി പണിയാനൊന്നും അദ്ദേഹം നിലനിന്നില്ലെന്ന് കാണാൻ പറ്റും. അപ്പോൾ ദൈവശാസ്ത്രപരമായിട്ടുള്ള കടുംപിടുത്തങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ദൈവകേന്ദ്ര മാനവികതയായിരുന്നു ഗുരുവിൻ്റെതെന്ന് കാണാൻ പറ്റും. അപ്പോൾ മാനുഷിക മൂല്യങ്ങളുടെ ഗഹനതയിൽ ദൈവാനുഭവം പ്രവർത്തിക്കുമെന്ന് ഗുരുവിന് അറിയാമായിരുന്നു. അപ്പോൾ ദൈവകേന്ദ്രമായ ആദർശ മാനവികതയെ ശാസിച്ചുകൊണ്ട് വ്യക്തിയുടെ ദൈവാനുഭവത്തെ മനുഷ്യത്വത്താൽ നിറക്കാൻ വേണ്ടിയിട്ട് ഗുരു ശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കളവങ്കോട്ടിൽ പിന്നെ കണ്ണാടി പ്രതിഷ്ഠ വിശ്വാസത്തെ സംബന്ധിച്ച് ഗുരുവിൻ്റെ വെളിപ്പാടും അവിശ്വാസികൾക്കുള്ള ക്ഷമാപണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ആശയങ്ങളെ സമന്വയിപ്പിക്കുന്ന ഭാഷയായിരുന്നു കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഈ കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത്? എന്താണ്? ദൈവശാസ്ത്രപരമായ വിശ്വസനീയതയെ സൃഷ്ടിക്കാൻ എന്നതിനേക്കാൾ സാമൂഹികപരമായിട്ടും പിന്നെ ചരിത്രപരമായിട്ടുള്ള അധികാരത്തെ പിടിച്ചെടുക്കലാണ് അരുവിപ്പുറത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ അരുവിപ്പുറത്താണ് എന്താണ് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. അപ്പോഴാണ് ഞാൻ പ്രതിഷ്ഠിച്ച നിങ്ങളെ ശിവനല്ല ഈഴവ ശിവനെയാണെന്ന് പറയുന്നത്. അപ്പോൾ സൗഹാർദ്ദ സമീപനത്തോടെ പൗരോഹിത്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കലായിരുന്നു അരുവിപ്പുറത്തെ പ്രതിഷ്ഠ. അപ്പോൾ ദൈവശാസ്ത്രപരമായ വിശ്വസനീയത സൃഷ്ടിക്കൽ എന്നതിനേക്കാൾ സാമൂഹികവും ചരിത്രപരവുമായ അധികാരത്തെ പിടിച്ചെടുക്കലായിരുന്നു. അപ്പോൾ അതിലൊരു രഹസ്യവാദം ഉണ്ടായിരുന്നു, അത് രാഷ്ട്രീയ മിസ്റ്റിസിസമാണ്. അപ്പോൾ വർഗരഹിത സമുദായമല്ല, ജാതിരഹിത സമുദായമായിരുന്നു ഗുരുവിൻ്റെ ചിന്തയിലെ ഭാവി പദ്ധതി. അപ്പോൾ വിശക്കുന്നവനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ സമപന്തി ഭോജനമാണ് ഗുരു നടത്തിയിട്ടുള്ളത്. സമപന്തി ഭോജനമാണ് ഗുരുവിൻ്റെതാണ് എൻ്റെ ഒരു ഓർമ്മ. പന്തി ഭോജനത്തിൽ സോഷ്യലിസ്റ്റ് ധാർമ്മിക മൂല്യങ്ങളുടെ രാഷ്ട്രീയ രഹസ്യവാദം ഉണ്ടായി. അവിടെ സാമൂഹ്യ നീതിയും പ്രായോഗിക മാനവികതയും ഒന്നാവുന്നുണ്ട്.
അപ്പോൾ ശിവപ്രതിഷ്ഠയും പന്തിഭോജനവും നിലവിലുള്ള അർത്ഥത്തെ മാറ്റി എഴുതിക്കൊണ്ട് മറ്റു ലോകങ്ങളിലേക്ക് ഉദിക്കുന്നുണ്ട്. അത് ആദർശ മാനവികതയുടെ ലോകമായിരുന്നു. അപ്പോൾ അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഗുരുവായിരുന്നു. അതിൻ്റെ കേന്ദ്രമാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു വിഭാവനം ചെയ്ത ഈ ഒരു മനുഷ്യൻ, അതായത് ഈ പറഞ്ഞ മാനവികതയിൽ ഊന്നിയ ഈ ഒരു മനുഷ്യൻ, ഈ മാനവികതയിൽ ഊന്നിയ ഒരു മനുഷ്യനാണ് ഈ മനുഷ്യനിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. കാരണം അതൊരു ജനതയുടെ രക്തത്തെ പ്രബുദ്ധമാക്കുന്നുണ്ട്. അപ്പം മതരഹിതമായ ആത്മീയതയുടെ ഭാഗമെന്ന നിലയിൽ വിഭാവനം ചെയ്യപ്പെട്ട മനുഷ്യൻ നമുക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിലോ ഭാവനയിലോ അല്ലെങ്കിൽ അനിവാര്യമാകേണ്ട ജീവിതവും തത്വചിന്തയുമാണ് ഗുരുവിൻ്റെത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗുരു ഇല്ലായിരുന്നെങ്കിൽ എന്താവും, കേരളത്തിൻ്റെ സാംസ്കാരിക അവസ്ഥ ഈ രീതിയിലേക്ക് ആവുമായിരുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതിഭ ഇങ്ങനെയൊരു ഗുരുവിനെ ഭാവന ചെയ്യുമായിരുന്നു. അതായത് ഗുരു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക, സാമൂഹിക, നവോത്ഥാന മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഗുരു ഇല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഭാവന ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. KP അപ്പൻ ലളിതാംബിക അന്തർജനമോ സക്കറിയയോ പുനത്തിൽ കുഞ്ഞബ്ദുളയോ തങ്ങളുടെ രചനകളിൽ ഇത് ചെയ്യുമായിരുന്നു എന്ന് ലേഖനം പറഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പം എന്താണ്, അത്തരം ഗുരു ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല, അത്തരം ആളുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഈ പറഞ്ഞ എഴുത്തുകാർ ഗുരുവിനെ സങ്കല്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു കേരളത്തിന് നൽകിയ സംഭാവനയെ വ്യത്യസ്തമായ രീതിയിൽ രേഖപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ വിലയിരുത്തുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗുരുവിൻ്റെ സന്ദേശം എന്ന് പറയുന്ന മാനവികതയാണെന്ന് കൂടി ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു മനുഷ്യനിൽ അന്വേഷിച്ചത് മാനവികതയായിരുന്നു. ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ആദർശ മാനവികതയായിരുന്നു. മനുഷ്യരെക്കുറിച്ച് ഗുരുവിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് നന്നായി തീരേണ്ട ഒന്നൊന്നായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനൊരു വൈദ്യനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്, തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന മനുഷ്യവിരുദ്ധ ലോകത്തെ ചികിത്സിക്കുകയാണ് ഗുരു ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ പുരോഹിത വർഗത്തിൽ നിന്നുള്ള അധികാരം പിടിച്ചെടുക്കലായിരുന്നു അതെന്ന് പറയുമ്പോൾ അത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയാണ്. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് ഒരു പാഠം കൂടി പഠിക്കാണ്ട്, അത് കുറച്ച് വലിയൊരു പാഠമാണ്. വലിയൊരു പാഠം എന്ന് പറഞ്ഞാൽ സമാധ സാഹിത്യം എന്ന് പറയുന്ന VC ശ്രീജൻ്റെ, അതായത് ഉത്തരാധുനികതയിൽ വരുന്ന ഒരു ലേഖകനാണ് VC ശ്രീജൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിരൂപകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാഠം കൂടി ആയാൽ നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ VC ശ്രീജൻ എന്ന് പറയുന്നത് സംസ്കാരത്തെയും കലയെയും നിരൂപണത്തെയും സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള പക്ഷാപാതിത്വവും ആഴത്തിലുള്ള അപഗ്രഥനവും കാഴ്ചവെക്കുന്ന ഒരു എഴുത്തുകാരനാണ് VC ശ്രീജൻ എന്ന് പറയുന്നത്. നവമാർക്സിസം, ഘടനാവാദം എന്നിവയിലൂടെ ദൈക്ഷണിക സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിരൂപകനാണ്. അപ്പോൾ ആധുനികതാവാദം പാശ്ചാത്യ അനുകരണമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ആധുനികത അല്ലെങ്കിൽ മോഡേണിസം എന്നതിനെ എതിർക്കുകയും അത് ഈ പാശ്ചാത്യമായിട്ടുള്ള, നമുക്ക് പാശ്ചാത്യവും പൗരസ്ത്യമായിട്ടുള്ള രണ്ട് സാഹിത്യ സിദ്ധാന്ത ഇതുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഈ പാശ്ചാത്യ അനുകരണമാണെന്നും ആണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ആധുനികാനന്തര ഉത്തരാധുനിക ചിന്തകളും ഒപ്പം ആധുനികതാപൂർവ്വ ചിന്തകളും അതീവ ജാഗ്രതയോടെ അക്കാദമിക ചിട്ടയോടെ പഠിക്കാൻ സ്വയം നിയോഗിച്ച ആളാണ് VC ശ്രീജൻ എന്ന് പ്രൊഫസർ CJ ജോർജ് വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വലിയൊരു ലേഖനമാണ്. കുറച്ച് വലിയ ലേഖനം എന്ന് പറയുന്നത് ഇതിനകത്ത് VC ശ്രീജൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലേഖനമാണിത്. അപ്പോൾ നമ്മൾ സ്വന്തമായതിനെയെല്ലാം നിസ്സാരവൽക്കരിച്ച് പുറമോടിക്ക് വേണ്ടി അനുകരണത്തിൽ ആകൃഷ്ടമാകുന്നതിൻ്റെ അപകടങ്ങളാണ് ഈ ലേഖനം കാണിച്ചിരുന്നത്. അപ്പോൾ ആശയപരമായിട്ടുള്ള അടിമത്തം കൊണ്ട് നാം ഇന്ന് അസ്വതന്ത്രർ മാത്രമല്ലെന്നും മറിച്ച് അസ്വതന്ത്രരാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതേസമയത്ത് ഭാരതീയമായതെല്ലാം ശ്രേഷ്ഠമാണെന്ന അന്ധമായ പൗരസ്ത്യവാദത്തിൽ അധികം വിശ്വസിക്കുന്നില്ല. അതായത് ഈ ലേഖനം സിമ്പിളാണ്. നമുക്ക് പൊതുവെ പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തവും പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തവും ഉണ്ട്. പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഭരതമുനിയും അതുപോലെ ഭർത്തഹരിയും ആനന്ദവർദ്ധനനും കുന്തകനും ക്ഷേമേന്ദ്രനും വട്ടലൊല്ലടനും വട്ടനായകനും ദണ്ഡിയും പിന്നെ അങ്ങനെ ഒരുപാട് പേരടങ്ങുന്ന ഒരുപാട് സൈദ്ധാന്തികന്മാർ ധ്വനിയും രസവും പിന്നെ അതുപോലെ വക്രോക്തിയും ഔചിത്യവും അടക്കമുള്ള അല്ലെങ്കിൽ പലതരം സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇപ്പം മാത്സിൽ സീറോ എന്ന് പറയുന്ന സംഖ്യയിൽ പോലും കേരളത്തിന് സംഭാവന ഉണ്ട്. എന്നാലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് അതിനെയൊക്കെ അനുകരിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ അത് വെച്ചുകൊണ്ട് അവർ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി. ആ സിദ്ധാന്തങ്ങളെ വലുതായിട്ട് കാണുന്ന അല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് കാണുന്ന ഒന്നിനെ വിമർശിക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന വാദം കൂടി ഇദ്ദേഹത്തിനില്ല. മറിച്ച് എന്താണ്, നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് മറ്റൊരാൾ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ആൾ നമ്മൾ വീട്ടിൽ നിന്ന് സാധനം എടുത്ത് കൊണ്ടുപോയിട്ട്
അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, അത് മാത്രമാണ് നല്ലതെന്ന് പറയുന്ന ഒരു തരം ചിന്ത. ആ ഒരു ആശയപരമായിട്ടുള്ള ആ ഒരു ചിന്തയെയാണ് ഇത് ഈ പാഠത്തിനകത്ത് വിമർശന വിധേയമാക്കുന്നുള്ളത്. അതായത് നാളിതുവരെ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്ന അനുകരണത്തിൻ്റെതാണ്. കാരണം എന്താണ്, പാശ്ചാത്യ മാതൃകകൾ മലയാള സാഹിത്യത്തെയും വിമർശനത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അരിസ്റ്റോട്ടിലും സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ലോങ്കിനസ്, മാത്യു അർണോൾഡ്, വില്യം വേർഡ്സ് വർത്ത് അടക്കമുള്ള കീറ്റ്സും അടക്കമുള്ള ഒരുപാട് പാശ്ചാത്യ നിരൂപകന്മാരുണ്ട്. നമ്മൾ അവരുടെ സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ സിദ്ധാന്തങ്ങളാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞുകൊണ്ട് ആ സിദ്ധാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട് ആധുനിക കാലത്ത്. എന്നാൽ എന്തുകൊണ്ട് നമ്മുടെ ഭാരതീയമായിട്ടുള്ള ചിന്തകളെ മുൻനിർത്തിക്കൊണ്ട് പഠനങ്ങൾ നടക്കുന്നില്ല? ഈ പാശ്ചാത്യമായിട്ടുള്ള ആളുകൾ പോലും ഭാരതത്തിൽ വന്നുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് സംസ്കൃതവും ഒക്കെ പഠിച്ചിട്ട് ഇവിടെയുള്ള ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് നേടിയ അറിവിൽ നിന്നാണ് അവർ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് എന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് ഈ അനുകരണത്തിൽ വഞ്ചിതരാകുന്നു എന്നൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നുള്ളത്. ഇപ്പോൾ രസം, ധ്വനി, ഔചിത്യം എന്നീ പരികല്പനകളോട് തോന്നുന്നതിലേറെ ആത്മബന്ധം നമുക്കെന്താണ്? രസം, ധ്വനി, ഔചിത്യം എന്നൊക്കെ നമ്മൾ പൗരസ്ത്യമായിട്ടുള്ള ചിന്തകളാണ്. അപ്പോൾ ഇതിനോട് തോന്നുന്ന ആത്മബന്ധത്തെക്കാൾ കൂടുതൽ പാശ്ചാത്യ സാഹിത്യത്തിലെ ഗണങ്ങളോടും പ്രസ്ഥാനങ്ങളോടും നമുക്ക് തോന്നുന്നെന്ന് എൻ പ്രഭാകരൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എൻ പ്രഭാകരൻ പറഞ്ഞ നോവലിസ്റ്റാണ്, ജനകഥയൊക്കെ എഴുതിയ ഒരു നോവലിസ്റ്റാണ് എൻ പ്രഭാകരൻ. അപ്പോൾ പാശ്ചാത്യ മാതൃകളെ അനുകരിക്കുന്ന പ്രവണത ഇംഗ്ലീഷ് നോവൽ ബുക്ക് മാതിരി ഒരു നോവൽ ബുക്ക് എഴുതാമെന്ന് തീരുമാനിച്ച ചന്തു മേനോനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ചന്തു മേനോൻ ഈ ഇന്ദുലേഖയുടെ അവതാരികയിൽ എഴുതുന്നുണ്ട്. എന്താണ്? പാശ്ചാത്യ, അതായത് ഇംഗ്ലീഷ് നോവൽ ബുക്ക് മാതിരി ഒരു നോവൽ ബുക്ക് എഴുതാം എന്ന് തീരുമാനിക്കുന്നുണ്ട് ചന്തു മേനോൻ. അത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞൊരു അനുകരണം, പാശ്ചാത്യമായ ഒരു അനുകരണം ചന്തു മേനോനിൽ നിന്ന് ആരംഭിക്കുന്നതെന്നാണ് ആര് സൂചിപ്പിക്കുന്നത്? വി സി ശ്രീധരൻ സൂചിപ്പിക്കുന്നുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച കാലത്ത് അവർ ഇവിടെ അവതരിപ്പിച്ച ഇംഗ്ലീഷ് സാഹിത്യവും സങ്കുചിതമായിട്ടുള്ള വർണ്ണ ഭേദങ്ങളെ അതിക്രമിക്കുന്നതും ഉദാത്തവും വിശുദ്ധവുമായ മാനവിക മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതുമായ മഹാസംവേദനവുമായിരുന്നു. അപ്പോൾ അധിനിവേശകരുടെ സാമ്രാജ്യത്വ ചൂഷണത്തെ യൂറോപ്യൻ ലോക മേധാവിത്വത്തിന് മുന്നിൽ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അവർക്ക് ഈ പറഞ്ഞ ഭാഷയിൽ അവർ ഈ പറഞ്ഞ സാഹിത്യ കൃതികൾ അവതരിപ്പിച്ച ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ഈ സാമ്രാജ്യത്വ ചൂഷണത്തെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന അവരുടെ ആശയങ്ങളെ നമ്മളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പോൾ അല്ലേ, നമ്മൾ ഈ പണ്ടത്തെ ചമ്പുക്കളെയും മഹാകാവ്യങ്ങളെയും നിസാരമാക്കുക എന്ന അർത്ഥവും പാശ്ചാത്യവൽക്കരണത്തിലുണ്ട്. നമ്മുടെ ചമ്പു സാഹിത്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന മഹാകാവ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മഹാകാവ്യങ്ങളുണ്ട്. നമ്മൾ കാളിദാസൻ്റെ കൃതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഒരുപാട് മഹാകാവ്യങ്ങളുണ്ട്. ഈ കൃതികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതെത്രത്തോളം മഹത്തരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന അതെത്രയോ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഉണ്ടായ കൃതികളുണ്ട്. അപ്പോൾ അത്തരം കൃതികളാണ് നമ്മൾ ഇവരെ നിസാരവൽക്കരിക്കാൻ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പാശ്ചാത്യവൽക്കരണത്തിൽ അത്ര ഒരു ഗൂഢമായ ലക്ഷ്യം കൂടിയുണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ ഉദാര മാനവികതയുടെയും ജനാധിപത്യത്തിൻ്റെയും പരിവേഷം. ഇപ്പോൾ പാശ്ചാത്യ സാഹിത്യത്തിൽ ഉദാര മാനവികതയും ജനാധിപത്യത്തിൻ്റെയും പരിവേഷം ആർക്കാണുള്ളത്? വെള്ളക്കാരനും പുരുഷനും മധ്യവർഗ്ഗക്കാരനുമായ ഒരുവൻ്റേതായിരുന്നു. ആരാണ് ഈ പറഞ്ഞ ജനാധിപത്യം? ആർക്കാണ് അവിടെ ഉള്ളത്? ഉദാര മാനവികത ആർക്കാണുള്ളത്? വെള്ളക്കാരനായിരിക്കണം, പുരുഷനായിരിക്കണം, മധ്യവർഗ്ഗക്കാരനായ ഒരാൾക്കായിരിക്കണം. അവിടെ എന്തുണ്ട്? അവിടെ സ്ത്രീകൾക്കോ കാപ്പിരികൾക്കോ അതായത് ആഫ്രിക്കക്കാർക്കോ ഇന്ത്യക്കാർക്കോ അവിടെ സ്ഥാനം ഉണ്ടായിരുന്നില്ല ഈ വെള്ളക്കാരൻ്റെ പാശ്ചാത്യ സാഹിത്യത്തിൽ. അപ്പോൾ പാശ്ചാത്യ രീതികളെ സ്വീകരിക്കുന്നതോടൊപ്പം ഭാരതീയ സമ്പ്രദായങ്ങളെ തിരസ്കരിക്കുക കൂടി ചെയ്താലേ ആധുനീകരണ പ്രക്രിയ പൂർത്തീകരിക്കാവൂ എന്നുള്ളതിനെയാണ് ഇവിടെ വിമർശന വിധേയമാക്കുന്നതെന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും പ്രശ്നം വലിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ധ്വന്യാലോകം ഇപ്പോൾ നമുക്കിടയിൽ ഇന്ന് പ്രചരിക്കുന്ന ഒരു ലെക്കാനിയൻ ഘടനാനന്തരവാദ സിദ്ധാന്തമുണ്ട്. ഘടനാനന്തരവാദ ചിന്ത ഉണ്ട്. സ്ട്രക്ചറലിസം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്നൊരു സിദ്ധാന്തമുണ്ട്. അപ്പോൾ ആ ചിന്തയും ആധുനികോത്തരതയും ആഭിജാത വർഗത്തെ സംബോധന ചെയ്യുന്ന ജനകീയ ധാരണകളാണെന്ന് നമുക്ക് പറയാനാവില്ല അല്ലേ. അപ്പോൾ ധ്വനി എന്ന് പറയുന്നത് ഭാരതീയമായൊരു ചിന്തയാണ്. ആനന്ദവർദ്ധനം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ധ്വനി എന്ന് പറയുന്നത്. അപ്പോൾ ധ്വനിയേക്കാൾ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതും ആഭിജാത വർഗത്തിന് മാത്രം അടുക്കാവുന്നതുമാണ് ഇന്നത്തെ പാശ്ചാത്യ ദർശനങ്ങൾ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നു. ധ്വനി എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ വരുന്ന നമ്മൾ ധ്വനിപ്പിക്കുക എന്ന് പറയും അല്ലേ. ഒന്നിനകത്ത് മുഴപ്പിച്ച് നിർത്തേണ്ട ധ്വനിപ്പിക്കുക എന്ന് പറയുന്നത്. നല്ല കാവ്യങ്ങളിൽ നിന്ന് ധ്വനി കാവ്യങ്ങളായിരിക്കും. ഏറ്റവും മികച്ച കാവ്യങ്ങൾക്ക് നല്ല ധ്വനികൾ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ധ്വനി പോലും നമുക്ക് ഗ്രഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള അതേപോലെ ഈ പറഞ്ഞ വരേണ്യ വർഗത്തിന് മാത്രം
അടുക്കാനാവുന്നതുമാണ് പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ എന്ന ഒരു വിമർശനം വി സി ശ്രീജൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ അനുകരിക്കുന്നുള്ളത്. അപ്പോൾ ധ്വന്യാലോകം രചിച്ചിട്ടുള്ള ആനന്ദവർദ്ധനെ തള്ളിയിട്ട് യാക്ക് ലക്കാനെ സ്വീകരിക്കുന്ന മലയാളി അതേ ലക്ഷണയെക്കുറിച്ചും പിന്നെ നമ്മൾ യാക്ക് ലക്കാനെയാണ് സ്വീകരിക്കുന്നത്. ധ്വന്യാലോകം എഴുതിയിട്ടുള്ള പിന്നെ ധ്വന്യാലോകകാരനെയും, ധ്വന്യാലോകം എന്നത് ആനന്ദവർദ്ധനൻ്റെ കൃതിയാണെന്ന് ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ആനന്ദവർദ്ധനെയും അല്ലെങ്കിൽ ധ്വന്യാലോകത്തെയും പുറന്തട്ടിയിട്ട് യാക്ക് ലക്കാനെ സ്വീകരിക്കുന്ന മലയാളി അതേ ലക്കാന് ഈ പറഞ്ഞ ധ്വനിയിൽ പറയുന്ന ലക്ഷണയെയും ധ്വനിയെക്കുറിച്ചിട്ടും ബഹുമാനത്തോടെ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ പാണിനിയെ പുറന്തള്ളിയിട്ട് ഘടനാവാദത്തെ സ്വീകരിക്കുന്ന മലയാളി അതേ പാണിനിയാണ് ആദ്യത്തെ ഘടനാത്മക വ്യാകരണം രചിച്ചതെന്ന് അറിയുന്നുണ്ട്. അതുപോലെ ഘടനാവാദത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള ഫെർഡിനാൻഡ് ഡി സൊസ്യൂർ അദ്ദേഹം ഒരു സംസ്കൃത അധ്യാപകൻ കൂടിയായിരുന്നു. അപ്പോൾ സംസ്കൃതത്തിലെ ഷഷ്ടി വിഭക്തിയെക്കുറിച്ചിട്ടുള്ള ഗവേഷണ പ്രബന്ധത്തിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിക്കുന്നുള്ളത്. അപ്പോൾ വാക്കുകൾക്ക് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പക്ഷത്തിൽ അനുകരിക്കുമ്പോൾ ആ പക്ഷത്തിൽ നമ്മൾ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പ്രശസ്തി നേടുന്നതും സിദ്ധാന്തങ്ങൾ രൂപപ്പെടുന്നതും. അപ്പോഴും നമുക്ക് അവർ പോലും അംഗീകരിക്കുന്നുണ്ട്. അപ്പോഴും നമ്മളിപ്പോഴും നമ്മുടെ ഈ പറയുന്ന ആശയധാരകളെ സിദ്ധാന്തങ്ങളെ അംഗീകരിക്കാൻ മടി കാണിക്കുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വാക്കുകൾക്ക് ഭർത്തഹരിയുടെ ഒരു കൃതിയുണ്ട്. ഭർത്തഹരി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറയുന്നത് വാക്യപതിയാണ്, ഭർത്തഹരിയുടെ കൃതി. അപ്പോൾ ഭർത്തഹരിയുടെ പിന്നെ വാക്കുകൾക്ക് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ല എന്ന ഘടനാവാദ തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ സൊസ്യൂർ വഴി ഭർത്തഹരിയിലെത്തുകയാണ്. ഭർത്തഹരി എന്ന് മുൻകൂട്ടി പറഞ്ഞൊരു കാര്യമാണ്. വാക്കുകൾക്ക് യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല എന്ന് ഭർത്തഹരിയുടെ ആശയം അദ്ദേഹത്തിൻ്റെ കൃതിയിൽ കാണാൻ വേണ്ടി പറ്റും. ഈ കാര്യം തന്നെയാണ് ഘടനാവാദത്തിൽ സൊസ്യൂർ പറയുന്നത്. എന്താണ് ലക്ഷണ ശബ്ദാർത്ഥ ബന്ധങ്ങളിൽ, ലക്ഷണം എന്ന് പറയുന്നത് ശബ്ദാർത്ഥ കാരണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ സാധാരണ അർത്ഥത്തിന് പുറമെ കാവ്യത്തിന് സവിശേഷ അർത്ഥം കൂടി നൽകുന്നു. അപ്പോൾ കുട്ടിയൊരു സിംഹമാണ്. കുട്ടിയൊരു സിംഹം എന്ന് പറയുമ്പോൾ അതിന് വാചകത്ത് കുട്ടി സിംഹമാണോ? അല്ല, കുട്ടി ഒരു മനുഷ്യനാണ്. അപ്പോൾ സിംഹത്തിൻ്റെ ശൗര്യവും മറ്റ് ഗുണങ്ങളുമുള്ള അവനാണ് എന്നൊരു ലക്ഷ്യാർത്ഥമുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ കയറിയിട്ട് 2 കണ്ണൂർ എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ 2 കണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 കണ്ണൂർ വേണമെന്നല്ല അർത്ഥം. കണ്ണൂരിലേക്ക് പോകാൻ യാത്ര ചെയ്യാനുള്ള 2 ടിക്കറ്റ് വേണമെന്ന ലക്ഷണാർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന വാക്കുകൾക്ക് യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല എന്ന് ഭർത്തഹരി ഈ പറഞ്ഞ ലക്ഷണ സിദ്ധാന്തത്തെ വാക്യപദീയത്തിൽ ലക്ഷണ സിദ്ധാന്തത്തെ മുൻനിർത്തി പറയുന്നു. അതേ കാര്യം തന്നെ നമ്മളത് ഭർത്തഹരി പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നില്ല. മറിച്ച് എന്താണ്, അത് ആര് പറയുമ്പോഴാണ് നമ്മൾ അംഗീകരിക്കുന്നത്? ഇയാൾക്ക് ദറീത പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സൊസ്യൂർ പറയുമ്പോഴാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ വികസനത്തിൽ നാച്ചുറൽ പ്രോസസ്സിന് ഏറ്റവും അനുയോജ്യം സംസ്കൃത ഭാഷയും പാണിനീയ വ്യാകരണത്തിൻ്റെ ചട്ടക്കൂടുമാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് നമ്മളെന്ത് ചെയ്യും? സംസ്കൃതത്തെ ചവറ്റുകൂട്ടയിൽ എറിഞ്ഞിട്ടാണ് നാം ജ്ഞാന വ്യവസായത്തിൻ്റെ അത്യാധുനിക യുഗത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നൊരു വലിയൊരു വിമർശനം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. അല്ലേ, നമ്മൾ സംസ്കൃതം എന്ന് പറയുമ്പോൾ ഈ സംസ്കൃതത്തിൽ ഒരുപാട് മഹാകാവ്യങ്ങളും മഹത്തായ ഒരുപാട് സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടാണ് നമ്മൾ എന്താകുന്നു, ആധുനികോത്തരയെ ആശ്ലേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംസ്കൃതത്തെ തള്ളിയിട്ട് കമ്പ്യൂട്ടറിൽ എത്തുന്നവരുടെ മുന്നിൽ സംസ്കൃതം പ്രതികാര ബുദ്ധിയോടെ പോസ്റ്റ് മോഡേണിൻ്റെ മേലങ്കി അണിഞ്ഞിട്ടാണ് എത്തുന്നത്. അപ്പോൾ അസ്വതന്ത്രമായിട്ടുള്ള ബുദ്ധിയിൽ നിന്ന് സ്വതന്ത്രമായ സിദ്ധാന്തങ്ങൾ ഉണ്ടാവാത്തതിനാലാണ് ആധുനിക നാവാനായിട്ട് സ്വയം പാശ്ചാത്യവൽക്കരിച്ച നമ്മുടെ ഭൗതിക സമൂഹത്തിന് സംഭാവന നൽകാനാവാതെ പോയത്. എന്തുകൊണ്ട് നമുക്ക് പുതുതായിട്ട് സംഭാവന നൽകാൻ പോകുന്നില്ല? നമ്മളെന്ത് ചെയ്തു? നമ്മൾ ഈ പറയുന്ന നമുക്ക് സ്വതന്ത്രമായ ബുദ്ധി നമുക്കില്ല. കാരണം നമുക്ക് ഈ പറയുന്ന നമ്മളുടെ സ്വന്തമായ ആശയമുണ്ട്. നമ്മളെന്തുകൊണ്ട് ഭർത്തഹരിനെ അനുകരിക്കുന്നില്ല? ഭർത്തഹരിക്ക് ഇപ്പോൾ മോഡേണിസത്തിന് പകരമായിട്ട് പോസ്റ്റ് മോഡേണിസം ഉണ്ടായി. എന്തുകൊണ്ട് ഭർത്തഹരിക്ക് ബദലായിട്ട് മറ്റൊരു ഭർത്തഹരി ഉണ്ടാവുന്നില്ല? അത് വലിയൊരു ചോദ്യമാണ്. പ്ലേറ്റോ വലിയ ഒരുപാട് സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ച സമയത്ത് അതിന് ബദലായിട്ട് ഒരു അരിസ്റ്റോട്ടിൽ വന്നു. നമ്മുടെ ഈ പറയുന്ന ഭാരതീയമായിട്ടുള്ള പൗരസ്ത്യരായിട്ടുള്ള അലങ്കാരികന്മാർക്ക് പകരമായിട്ട് നമ്മൾക്ക് എന്തുകൊണ്ട് വരാൻ സാധിക്കുന്നില്ല എന്നൊരു വലിയ ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കൊരു സംഭാവന ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും പാശ്ചാത്യന്മാരെ അനുകരിക്കുകയാണ്. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഭൗതിക സമൂഹം എന്തായി? ഈ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊന്നും സംഭാവന ചെയ്യാൻ പറ്റാതെ. അപ്പോൾ സാമ്രാജ്യത്വവാദികളുടെ പൗരസ്ത്യവാദം നമ്മുടെ പാശ്ചാത്യവാദമായി മാറുകയും രണ്ടും പരസ്പരം പൂരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഫസർ കെ എൻ പണിക്കർ പറഞ്ഞതുപോലെ തദ്ദേശീയവും യൂറോപ്യനുമായ 2 ജ്ഞാന വ്യവസ്ഥകൾ തമ്മിലുള്ള സംവാദത്തിൽ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ അംഗീകരിക്കാനോ ഈ രണ്ട് തമ്മിലുള്ള ഒരു സംവാദത്തിന് ആർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, എല്ലായ്പ്പോഴും നമ്മളെപ്പോഴും വെള്ളക്കാരൻ്റെ പുറകിൽ ഓടി നടക്കാൻ വേണ്ടിയാണ് നമ്മൾ അന്നൊന്നും താല്പര്യപ്പെട്ടതെന്ന് പറയുന്ന ഒരു വിമർശനമാണ്. അത് ഈ ആശയപരമായിട്ടുള്ള സിദ്ധാന്തങ്ങളുടെ കാര്യത്തിലും അതേ രീതിയിലേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ സിദ്ധാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രസം, ധ്വനി, ഔചിത്യം തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് സമകാലിക കൃതികളിൽ പ്രയോഗിക്കണം എന്നല്ല. മറിച്ച് എന്താണ്, പ്രാചീന സങ്കല്പങ്ങളെ ബ്രഹ്മതുല്യമായ പരമതത്വങ്ങളായി കാണാതെ ഭാഷയിൽ നിർവഹിക്കാനിരിക്കുന്ന വിചിന്തനങ്ങളുടെ പ്രാരംഭ സങ്കല്പങ്ങളായി കാണുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെടുത്തിട്ട് ഇന്നത്തെ കൃതികൾ പ്രയോഗിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രാരംഭ സങ്കല്പമായിട്ട് അതിനെ കാണുകയാണ് വേണ്ടത്. ഇപ്പോൾ ഗണിതമടക്കമുള്ള അമൂർത്ത ശാസ്ത്രങ്ങളിൽ കേരളീയർ പോലും യൂറോപ്പിനേക്കാളും മുമ്പിലായിരുന്നു ഒരു സമയത്ത്. സൈനും കോസൈനും തുടങ്ങിയ ഗണിത ശ്രേണികളും ആദ്യം ഇന്ത്യയിലാണ് രൂപപ്പെടുന്നത്. പിന്നീടാണത് യൂറോപ്പിൽ കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോഴും അത് ആരുടെ പേരിലാണ് പഠിക്കുന്നത്? യൂറോപ്യന്മാരുടെ പേരിലാണ് പഠിക്കുന്നത്. എന്തുകൊണ്ട്? ഇവനെ കണക്കിലെ പല കാര്യങ്ങളും ഇന്ത്യയിൽ കണ്ടെത്തിയതാണ്. പക്ഷെ നമ്മളിപ്പോഴും അത് യൂറോപ്യന്മാരുടെ പേരിലാണ് പഠിക്കുന്നത്. പിന്നീടാണ് അവർ കണ്ടെത്തുന്നത്. നമ്മൾ ഇതിനെ ഫോളോ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ പുരോഗതി ആദ്യം യൂറോപ്പിൽ ഉണ്ടായിരുന്നു, പിന്നീട് വൈകി മാത്രം ഇന്ത്യയിൽ അത് ആവർത്തിക്കുന്നു എന്ന് പൗരസ്ത്യവാദം പറയുന്നുണ്ട്. അപ്പോൾ ഭർത്തൃഹരിയെ നാം ഒന്ന് ഓർക്കുന്നുണ്ട്. പക്ഷേ അല്ലേ, ഭർത്തൃഹരി ഇപ്പോൾ എത്ര പേർക്ക്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഭർത്തൃഹരി എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര സംശയമാണ്. പക്ഷേ നമ്മൾ ഒരു അക്കാദമിക് സമൂഹം ഭർത്തൃഹരി ഓർക്കുന്നുണ്ടെങ്കിലും സ്വന്തമായൊരു സിദ്ധാന്ത രൂപീകരണത്തിന് നമ്മൾ ആശ്രയിക്കുന്നില്ല, ഭർത്തൃഹരിയെ ആശ്രയിക്കുന്നില്ല. അല്ലേ, അരിസ്റ്റോട്ടിലിനെ അനുകരിക്കാം, ബാർത്തിനെ അനുകരിക്കരുത്. ക്വിന്റുലിനെ അനുകരിക്കാം, പക്ഷെ ദെറിദയെ അനുകരിക്കുന്നെന്ന് പറയുന്നവരെ പാശ്ചാത്യവാദികളെ കൂട്ടത്തിൽ തന്നെ ബഹിഷ്കരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു സ്വയം വിമർശനമായിട്ട് ഇനി എത്ര കാലം അനുകരണവും കടവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു ചോദ്യമാണ് ഇവിടെ ആരും ഉന്നയിക്കുന്നത്, ഇവിടെ പിന്നെ ലേഖകൻ ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പോസ്റ്റ് മോഡേണിസത്തെ നിഷേധിച്ച് പോസ്റ്റ് മോഡേണിസവും സ്ട്രക്ചറലിസത്തെ നിഷേധിച്ച് പോസ്റ്റ് സ്ട്രക്ചറലിസവും രൂപീകരിച്ചതുപോലെ ഭർത്തൃഹരിയെ നിഷേധിച്ചെങ്കിലും പോസ്റ്റ് ഭർത്തൃഹരിയാവാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന് വലിയൊരു വിമർശനം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ പാശ്ചാത്യ ആശയങ്ങൾ ശരിക്കും മനസ്സിലാകാതെ അടർത്തിയെടുത്ത് സ്വന്തമായി ചിന്താധീനരായാലൊന്നും സ്വന്തമായൊരു ആശയം സൃഷ്ടിക്കാനാവില്ല. എന്താണ്, നമുക്ക് പാശ്ചാത്യ ആശയങ്ങൾ നമ്മൾ എടുത്തു. ഇപ്പോൾ നമ്മൾ മെറ്റഫർ സിദ്ധാന്തം എടുത്തു, നമ്മൾ അതിനെ ശരിക്കും മനസ്സിലാകാതെ അതിൻ്റെ ചെറിയൊരു ഭാഗം അടർത്തിയെടുത്തിട്ട് സ്വന്തമായി ചിന്തിച്ചാലൊന്നും നമുക്കെന്താണ് പുതിയൊരു ആശയം രൂപപ്പെടുത്താനാവില്ല. പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ തന്നെ ഗാഢമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ട് നമ്മുടേതായ ഒരു സിദ്ധാന്തം ഉണ്ടാക്കാൻ നമ്മൾ മെനക്കെടുന്നില്ലെന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പാശ്ചാത്യ ധാരണകൾ അടർത്തി ഉപയോഗിക്കുന്നതും പാശ്ചാത്യ ചിന്തകരുടെ പേരുകൾ പറയുന്നതും അവരെ ഉദ്ധരിക്കുന്നതും താൻ സമകാലികനാണെന്നും ഏറ്റവും പുതിയ പാശ്ചാത്യ പദ്ധതി പോലും തനിക്ക് പരിചയമുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു സാധൂകരണ തന്ത്രം മാത്രമാണ്. അല്ല, ചില ആൾക്കാർ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ ഇവരുടെ പാശ്ചാത്യരായിട്ടുള്ള പല നിരൂപകന്മാരുടെ പേരുകൾ അവർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അടർത്തിയെടുത്ത് വെക്കും. അതെന്താണ്, താൻ സമകാലികനാണെന്നും ഏറ്റവും പുതിയ പാശ്ചാത്യ ചിന്താ പദ്ധതി പോലും തനിക്ക് അറിയാമെന്നുള്ള ഒരു തോന്നൽ മറ്റുള്ളവരിൽ രൂപപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ആദ്യകാല മലയാള നോവലുകളിലെ സാംസ്കാരിക സന്ദർഭങ്ങളിൽ ഡാർവിൻ, ഹക്സലി, ബ്രോഡ്ലി തുടങ്ങിയവരും 1930കളിൽ കേസരിയുടെ നേതൃത്വത്തിൽ പേറ്റർ, മക്കാർത്തി, മോങ് ഹൗസ്, ഫ്രോയിഡ് തുടങ്ങിയവരും 80കളിൽ എത്തുന്ന സമയത്ത് 1980കളിൽ ഫൂക്കോ, ലോത്തിയാർ, ബ്രോദിയാർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകളും പോസ്റ്റ് മോഡേണിസ്റ്റുകളും നമ്മൾ ഈ പറയുന്ന സാധൂകരണത്തിന് ഉപാധികളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആദ്യകാലത്തും മധ്യകാലത്തും പിന്നീട് അവസാന കാലത്തും ഈ പറയുന്ന നിരൂപണം നടത്തുന്ന സമയത്ത് നമ്മൾ മലയാളികൾ ഈ പറയുന്ന നിരൂപകന്മാരെ ഉപയോഗിച്ചു. ആരല്ല, പാശ്ചാത്യരായിട്ടുള്ള നിരൂപകന്മാരുടെ സിദ്ധാന്തങ്ങളെ വെച്ചുകൊണ്ട് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പിന്നീട് ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെക്കുറിച്ച് വളരെയധികം ചർച്ച നടന്നിട്ടുണ്ട്. കാരണം അത് ആവശ്യമുണ്ടായിരുന്നു, ആ ഒരു അധ്യായം ആവശ്യമുണ്ടായിരുന്നല്ലോ പലതരം ചർച്ച നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ദുലേഖയിലെ 18-ാം അധ്യായം ലാവണ്യപരമായിട്ട് പരാജയമോ രസഭംഗമോ ഒന്നുമല്ലെന്നും പാശ്ചാത്യരുടെ ചിന്തകൾ പരിഷ്കാരത്തിൻ്റെയും പുരോഗതിയുടെയും പേരിൽ കടമെടുക്കുന്നവർക്ക് സ്വന്തമായിട്ടൊരു നിഗമനത്തിൽ എത്താനാവില്ലെന്ന് സൂചിപ്പിക്കുന്ന നാടക സദൃശ്യ സംഭാഷണ രൂപത്തിൽ എഴുതപ്പെട്ട ഒരു ദുരന്ത നാടകമാണ് അതൊന്നുമാണ് ആര് പറയുന്നത്. അപ്പോൾ ഇതിലെ നായകൻ മാധവനോ ഗോവിന്ദൻകുട്ടി മേനവനോ ഗോവിന്ദപണിക്കരോ ഒന്നുമല്ല. അതെന്താണ്, അധിനിവേശിത സമാന്തർ എന്ന കൊളോണിയൽ സബ്ജക്റ്റ് എന്ന അമൂർത്ത രൂപമാണത്. അപ്പോൾ ബ്രോഡ്ല, ഡാർവിൻ, നിരീശ്വരത്വം തുടങ്ങി ഒട്ടേറെ ചിന്തകളും ആശയങ്ങളും ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും പാശ്ചാത്യ ആശയങ്ങൾ വെച്ചുകൊണ്ടുള്ള ചർച്ച ഒരിക്കലും ഒരു നിഗമനത്തിൽ കലാശിക്കുന്നില്ല. കോൺഗ്രസ്,
ജീവോൽപത്തി, നിരീശ്വര മതം, ബ്രിട്ടീഷ് ഭരണം തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളെ സംബന്ധിച്ച തൊലിപ്പുറത്തുള്ള സംവാദം മുൻ പ്രസ്താവനകളുമായിട്ട് ബന്ധമില്ലാത്ത ചില അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണെന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്. കാരണം ഇന്ദുലേഖ എന്ന നോവൽ വായിച്ചവർക്ക് അറിയാം അതിൻ്റെ 18-ാം അധ്യായത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ അത് ആവശ്യമാണോ, ആ അധ്യായം ഒഴിവാക്കി കഴിഞ്ഞാലും ആ നോവലിൻ്റെ രൂപശില്പത്തിലൊന്നും കേടുപാടുകൾ സംഭവിക്കില്ലെന്ന അഭിപ്രായങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അതിനെ ഈ പറയുന്ന നിരൂപണത്തിലേക്ക് വി സി ശ്രീജൻ കൊണ്ടുവരികയാണ്. അതുപോലെ പിന്നീട് പാശ്ചാത്യ സങ്കല്പങ്ങൾ എത്ര തന്നെ സ്വാംശീകരിച്ചാലും അതിൽ നിന്ന് സ്വന്തമായൊരു ചിന്താ പദ്ധതി സൃഷ്ടിക്കാനാവില്ല എന്നതിന് തെളിവാണ് കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ രചനകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രചനകൾ നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പാശ്ചാത്യ സിദ്ധാന്തങ്ങളിൽ നിന്ന് നേടിയ അവഗാഹത്തിൻ്റെ പേരിൽ ആദരിക്കപ്പെട്ട കേസരി സിദ്ധാന്തത്തിൻ്റെയോ സമീപനത്തിൻ്റെയോ മണ്ഡലത്തിൽ ഒരു സംഭാവന നൽകിയിട്ടില്ല. കാരണം വെറും അനുകരണം മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ കടം കൊണ്ട ആശയങ്ങൾ കൊണ്ട് മാത്രം സ്വതന്ത്രമായ സിദ്ധാന്തം ഉണ്ടാവാനിടയില്ല. എന്താണ് ഈ അപ്പോൾ കേസരിയെല്ലാം നമ്മൾ പറയുന്ന പാശ്ചാത്യ നിരൂപണങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തിയതിൽ പ്രധാനി എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തൊക്കെ ഇവിടെ വിമർശന വിധേയമാക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ വി സി ശ്രീജൻ പറയുന്നത്. എന്താണ്, കടം കൊണ്ട ആശയങ്ങൾ കൊണ്ട് മാത്രം സ്വതന്ത്രമായിട്ടുള്ള സിദ്ധാന്തം ഉണ്ടാക്കാനാവില്ല എന്നാണ്. അപ്പോൾ വളരെ സാങ്കേതികമായിട്ടുള്ള പാശ്ചാത്യ സമാനമായ ചില സവിശേഷതകൾ അനുകരണത്തിലൂടെ എടുത്തണിയുകയും എന്നിട്ട് സ്വയം പോസ്റ്റ് മോഡേൺ എന്ന് പേരിടുകയും ചെയ്യുന്ന സാഹിത്യകാരന്മാർ അധിനിവേശകനെ മുൻനിർത്തി സ്വയം സാധൂകരിക്കുക മാത്രമാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ അനുകരണത്തെയാണ്. അപ്പോൾ ആധുനികത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആധുനികതാവാദം എന്ന് പറയുന്നത് കേവലം അനുകരണം മാത്രമാണ്, പാശ്ചാത്യമായ അനുകരണം മാത്രമാണെന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലേ. അരിസ്റ്റോട്ടലിനെ അനുകരിക്കാം, ബാർത്തിനെ അനുകരിക്കരുത് എന്ന് പറയുന്ന പോലെ ഇത്തരം ചിലരെ അനുകരിക്കരുതെന്ന് പറയുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ പാശ്ചാത്യവാദത്തെ പ്രതികരിക്കേണ്ട ചരിത്രസന്ധിയിൽ എല്ലാം അടിയറ വെക്കുന്ന രീതിയിൽ മലയാളത്തിലും പോസ്റ്റ് മോഡേണിസം വന്നുകൂടി. അപ്പോൾ മലയാളത്തിൽ പോസ്റ്റ് മോഡേണിസം വന്നിട്ടില്ല എന്ന് കൂടി വാദിച്ചത് വി സി ശ്രീജനാണ് കേട്ടോ, അത് ഓർത്തു വെക്കണം. മലയാളത്തിൽ പോസ്റ്റ് മോഡേണിസം വന്നില്ല എന്ന് കൂടി വാദിച്ച ഒരാളാണ് വി സി ശ്രീജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭർതൃഹരിയുടെയും പാണിനിയുടെയും ആനന്ദവർദ്ധനെയും ഒക്കെ മേന്മ പാശ്ചാത്യർ പറഞ്ഞു തരുമ്പോഴേ ഉൾക്കൊള്ളാനാവൂ എന്ന കൊളോണിയൽ മനസ്ഥിതിയോടുള്ള പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത് ലേഖകൻ്റെ. പാശ്ചാത്യരെ ഉപജീവിച്ചും അല്ലാതെയും അനുകരണത്തിലല്ലാതെ സ്വന്തമായ ആശയ രൂപീകരണത്തിന് നാം ശ്രമിക്കുന്നില്ല എന്ന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അന്ധമായ അനുകരണം കൊണ്ട് പാശ്ചാത്യ ഗ്രന്ഥങ്ങളെയും ഗ്രന്ഥകർത്താക്കളെയും ഉദ്ധരിക്കുന്നതിന് പകരം ഭർതൃഹരിയെ വിമർശിച്ചു കൊണ്ടെങ്കിലും പുതിയ സിദ്ധാന്ത രൂപീകരണത്തിന് ശ്രമിച്ചുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. പ്രസക്തമെങ്കിലും അല്ലെങ്കിലും ഉടനീളം പാശ്ചാത്യ നാമങ്ങളും ചിന്തകളും വാരി വിതറുന്ന സമകാലീന വിമർശകരുടെ കാപട്യത്തെ അദ്ദേഹം തുറന്നു കാണിക്കുന്നുണ്ട്. അപ്പോൾ പാശ്ചാത്യ അടിമത്വം മനസ്സിലും ചിന്തയിലും ആവാഹിച്ച ഇന്നത്തെ എഴുത്തുകാരെ സായിപ്പിനെ പെരുമഴയത്തെ കസേരയിൽ ഇരുത്തി ചുമന്ന് അടിമത്ത ഭാരം കൊണ്ട് അമർഷം കൊള്ളേണ്ടുന്നതിന് പകരം ആനന്ദാതിരേകത്തോട് മല കയറുന്ന ആളുകളായി ചിത്രീകരിക്കുമ്പോൾ ലേഖകൻ്റെ ഭാഷ പരിഹാസപൂർണ്ണമാകുന്നു. അപ്പോൾ ഒരുപാട് തുടർ ചിന്തകൾക്കും വിശകലനങ്ങൾക്കും അവസരമൊരുക്കുന്ന ഒരു ലേഖനമെന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിനോടുള്ള ഈ പറഞ്ഞ പാശ്ചാത്യ അനുകരണത്തോടും അത് മാത്രം ശരിയെന്ന് പറയുന്ന വാദത്തോടുള്ള പരിഹാസമാണ് ഈ ലേഖനത്തെ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ പറയുന്ന 4 ലേഖനങ്ങൾ അവസാനിച്ച് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ അവസാനത്തെ ക്ലാസ്സാണിത്. ഇനി നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ കേട്ടതിന് ശേഷം ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ കൂടി പറയാം. അതായത് ഈ പറയുന്ന വി സി ശ്രീജൻ്റെ ചില കൃതികൾ, ഒന്ന് ചിന്തയിലെ രൂപകങ്ങൾ, പ്രവാചകൻ്റെ മരണം, യാ ദേവി സർവഭൂതേഷു, കഥയും പ്രത്യയശാസ്ത്രവും, വാക്കും അർത്ഥന്തരന്യാസം, ആധുനികോത്തരം, വികലനവും വിമർശനവും, അതുപോലെ അർത്ഥവാദങ്ങൾ മുതലായ കൃതികളുണ്ട്. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള 1-2 കൃതികൾ, ധ്വന്യാലോകം എഴുതിയ ആരെന്ന് ചോദിച്ചാൽ ആനന്ദവർദ്ധനാണ്. ഭർതൃഹരി എഴുതിയ കൃതി വാക്യപതിയാണ്. സ്ഫോട സിദ്ധാന്തം രൂപീകരിച്ചതും ഭർതൃഹരിയാണ്. ഇത്തരം കാര്യങ്ങൾ കൂടി ഓർത്തു വെക്കുക. ഓക്കെ.